റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. സ്നേഹവാനായ കർത്താവേ, അങ്ങയുടെ വചനം ഞങ്ങളത് പഠിക്കുന്നു. ഞങ്ങളുടെ മാനുഷിക ശക്തി കൊണ്ട് ഇത് ഗ്രഹിക്കുവാൻ ഞങ്ങൾക്കാവില്ല. എന്നാൽ ഈ വചനം ഏത് ആത്മാവിനാൽ എഴുതപ്പെട്ടുവോ അതേ ആത്മാവിനാൽ തന്നെ ഇത് ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ബുദ്ധി അങ്ങ് പ്രകാശിപ്പിക്കുമാറാകണമേ. അങ്ങയുടെ ഏറ്റവും ഉന്നതമായ വചനത്തിലെ ആലോചനകൾ മാനുഷികമായി ഞങ്ങൾക്ക് ഉൾക്കൊള്ളുവാനുള്ള ത്രാണിയില്ല. എന്നാൽ അങ്ങ് തന്നെ ഞങ്ങളുടെ ഹൃദയങ്ങളെ പ്രകാശിപ്പിക്കുമാറാകണമേ. ലൂദിയയുടെ ഹൃദയം കർത്താവ് തുറന്നതുപോലെ ഈ തിരുവചന സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അങ്ങ് തന്നെ സ്പർശിക്കുമാറാകണമേ. അങ്ങയുടെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ഇരുന്നു കൊണ്ട് ഈ വചനത്തിലെ ആഴമായ സത്യങ്ങൾ ഗ്രഹിക്കുവാൻ ഞങ്ങൾക്കൊരു ഭാഗ്യം അങ്ങ് തരുന്നതിനാൽ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പൊന്നിനേക്കാളും തങ്കത്തേക്കാളും വില വരുന്ന ഈ തിരുവചനത്തിൻ്റെ വില അത് ഞങ്ങൾ അംഗീകരിച്ച് അതിനെ മാനിച്ച് പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുപോകുവാൻ കൃപ തരുമാറാകണമേ. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ പിതാവേ, ആമേൻ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. റോമാലേഖനം 8-ാം അധ്യായത്തിൻ്റെ 1-ാമത്തെ വാക്യമാണ് ഇത്. നമുക്ക് റോമാലേഖനം 8-ാം അധ്യായം പഠിക്കാം. വിശുദ്ധ ബൈബിളിൽ റോമാലേഖനത്തിന് വലിയ പ്രാധാന്യമുണ്ട്. മാത്രമല്ല ആ റോമാലേഖനത്തിൽ തന്നെ വളരെ പ്രാധാന്യമുള്ളൊരു അധ്യായമാണ് 8-ാം അധ്യായം. ഒരു ബൈബിൾ പണ്ഡിതൻ റോമാലേഖനത്തിലെ 8-ാം അധ്യായത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത് ബൈബിൾ ഒരു മോതിരമാണ് എങ്കിൽ റോമാലേഖനം ആ മോതിരത്തിലെ ഒരു രത്നക്കല്ലാണ്. റോമാലേഖനം 8-ാം അധ്യായമാകട്ടെ ആ രത്നക്കല്ലിലെ തിളങ്ങുന്ന ഭാഗമായിട്ടാണ് എന്നാണ്. റോമാലേഖനത്തിൽ മൊത്തം 39 വാക്യങ്ങളുണ്ട്. ഇതിൽ 1 തൊട്ട് 17 വരെയുള്ള വാക്യങ്ങൾ ജഡത്തെ തോൽപ്പിച്ച് എങ്ങനെ വിജയകരമായി ജീവിക്കുവാൻ പരിശുദ്ധാത്മാവ് ഒരു വിശ്വാസിയെ പ്രകാരം സഹായിക്കുന്നു. അതാണ് ആദ്യ ഭാഗം. റോമാലേഖനത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് 19 തവണ പരാമർശിക്കുന്നുണ്ട്. ബൈബിളിൽ മറ്റേതൊരു അധ്യായത്തിലും പരിശുദ്ധാത്മാവിനെ സൂചിപ്പിച്ചതിനേക്കാളും അധികമായി റോമാലേഖനം 8-ാം അധ്യായത്തിലാണ് പരിശുദ്ധാത്മാവിനെ കുറിച്ച് സൂചിപ്പിച്ചിട്ടുള്ളത്. ഇനി 18 മുതൽ 25 വരെയുള്ള വാക്യങ്ങളിൽ വിശ്വാസിക്ക് ഭാവിയിൽ വരാൻ പോകുന്ന തേജസ്സിനെ കുറിച്ചാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും 26 തൊട്ട് 27 വരെയുള്ള വാക്യങ്ങളിൽ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നതിനെക്കുറിച്ചാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 28 തൊട്ട് 39 വരെയുള്ള വാക്യങ്ങളിൽ വിവിധ വിഷയങ്ങളുണ്ട്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് എല്ലാം നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു. മാത്രമല്ല ക്രിസ്തു യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധ്യമല്ല എന്ന് അവിടെ നമുക്ക് കാണാം. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം ആരംഭിക്കുന്നത് അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഈ ലേഖനം അവസാനിപ്പിക്കുന്നത് ക്രിസ്തു യേശുവിലുള്ള ദൈവസ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുവാൻ സാധ്യമല്ല, ശിക്ഷാവിധിയില്ല എന്ന് ആരംഭിച്ച് ക്രിസ്തുവിൽ നിന്ന് ആ സ്നേഹത്തിൽ നിന്ന് നമ്മെ അകറ്റുവാൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അതുകൊണ്ട് എന്നുള്ള പദം സൂചിപ്പിക്കുന്നത് മുൻ അധ്യായമായ 7-ാം അധ്യായവുമായി ഈ 8-ാം അധ്യായത്തിന് ബന്ധമുണ്ട്. 7-ാം അധ്യായത്തിൽ പരാമർശിക്കുന്നത് ന്യായപ്രമാണം പാലിക്കുവാൻ ശ്രമിച്ചിട്ട് പരാജയപ്പെടുന്ന ഒരു മനുഷ്യൻ്റെ അവസ്ഥയാണ്. റോമാലേഖനം എഴുതിയത് വിശുദ്ധ പൗലോസാണ്, സംശയമില്ല. പൗലോസ് ആദ്യം യഹൂദനായിരുന്നു. യഹൂദന്മാർക്ക് മോശയുടെ ന്യായപ്രമാണം പാലിക്കണം. ന്യായപ്രമാണം അതിവിശുദ്ധമാണ്. ന്യായപ്രമാണം പാലിച്ചാൽ സ്വർഗത്തിൽ പോകാൻ സാധിക്കും. പക്ഷേ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം ഈ അതിവിശുദ്ധമായ ന്യായപ്രമാണം പാലിക്കാൻ സാധിക്കുന്നില്ല. പൗലോസിന് നല്ല കാര്യങ്ങൾ ചെയ്യണം, ഉള്ളിൽ ആഗ്രഹമുണ്ട്. പക്ഷേ പൗലോസിൻ്റെ ശരീരത്തിൽ, തൻ്റെ അവയവങ്ങളിൽ ഒരു പാപത്തിൻ്റെ പ്രമാണവും വ്യാപരിക്കുന്നുണ്ട്. അതിവിശുദ്ധമായ ന്യായപ്രമാണം
താൻ പാലിക്കുവാൻ ശ്രമിക്കുമ്പോൾ അതിന് വിരുദ്ധമായി ഒരു പാപത്തിൻ്റെ പ്രമാണം തൻ്റെ ശരീരത്തിൽ ഉള്ളതുകൊണ്ട് വിജയകരമായി ന്യായപ്രമാണം പാലിക്കുവാൻ സാധിക്കുന്നില്ല. ഇത് വല്ലാത്ത പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. സ്വർഗത്തിൽ പോകാൻ ആഗ്രഹമുണ്ട്, ന്യായപ്രമാണം പാലിക്കുവാൻ ആഗ്രഹമുണ്ട്, പക്ഷേ ശരീരത്തിൻ്റെ ബലഹീനത നിമിത്തം സാധിക്കുന്നില്ല. ഇച്ഛിക്കുന്ന നന്മയല്ല ചെയ്യുന്നത്, ഇച്ഛിക്കാത്ത തിന്മയാണ് ചെയ്യുന്നത്. അപ്പോൾ പൗലോസ് തൻ്റെ അവസ്ഥയെക്കുറിച്ച് പറയുകയാണ്, അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ഈ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും? ഇതാണ് ക്രിസ്തുവിനെ കൂടാതെ ന്യായപ്രമാണത്തിലോ മറ്റേതെങ്കിലും കർമാദികളിൽ ആശ്രയിക്കുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ഞെരുക്കം. എന്നാൽ പൗലോസിന് ആ ചോദ്യത്തിന് ഉത്തരം കിട്ടി. ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആര് വിടുവിക്കും എന്ന് ചോദിച്ച പൗലോസ് അടുത്ത വാക്യത്തിൽ ഉത്തരം പറയുന്നുണ്ട്, യേശു ക്രിസ്തു മുഖാന്തരം ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ പൗലോസ് കണ്ടെത്തിയപ്പോൾ തൻ്റെ പഴയ അവസ്ഥ മാറി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. ന്യായപ്രമാണത്തിൽ കുടുങ്ങിക്കിടന്നാൽ തീർച്ചയായും ശിക്ഷാവധിയുണ്ട്. കാരണം ന്യായപ്രമാണം പരിപൂർണമായി പാലിക്കുവാൻ ആർക്കും സാധ്യമല്ല. റോമാലേഖനം 7-ാം അധ്യായം 14 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ. ന്യായപ്രമാണം ആത്മീകം എന്ന് നാം അറിയുന്നുവല്ലോ. ഞാനോ ജഡമയൻ, പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ തന്നെ. ഞാൻ പ്രവർത്തിക്കുന്നത് ഞാൻ അറിയുന്നില്ല, ഞാൻ ഇച്ഛിക്കുന്നതിനെയല്ല വെറുക്കുന്നതിനെ അത്രേ ചെയ്യുന്നത്. ന്യായപ്രമാണം അതിവിശുദ്ധമായിരുന്നുവെങ്കിലും അത് പാലിക്കുവാൻ വേണ്ട ശക്തി ന്യായപ്രമാണം നൽകിയിരുന്നില്ല. ന്യായപ്രമാണത്തേക്കാൾ അതിവിശിഷ്ടമായ പ്രമാണമാണ് ക്രിസ്തു പഠിപ്പിച്ചത്. പക്ഷേ അത് പഠിപ്പിക്കുക മാത്രമല്ല, അത് ചെയ്യുവാനായി നമുക്കൊരു സഹായകനെയും തന്നു. അത് പരിശുദ്ധാത്മാവാണ്. ന്യായപ്രമാണം അത് ചെയ്യുവാൻ ഒരു സഹായകന് കൊടുത്തില്ല. ക്രിസ്തുവിൻ്റെ അതിശ്രേഷ്ഠമായ പ്രമാണം, ന്യായപ്രമാണത്തേക്കാൾ വിശുദ്ധമായ പ്രമാണം പാലിക്കുവാൻ പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നു. അതുകൊണ്ട് റോമാലേഖനം 8-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. പൗലോസിൻ്റെ അവസ്ഥയെക്കുറിച്ച് വീണ്ടും വായിക്കുകയാണ്. റോമാലേഖനം 7-ന്റെ 23 തൊട്ട് 24 വരെയുള്ള വാക്യങ്ങൾ. അത് എൻ്റെ അവയവങ്ങളിലുള്ള പാപപ്രമാണത്തിന് എന്നെ ബദ്ധനാക്കി കളഞ്ഞു. അയ്യോ ഞാൻ അരിഷ്ട മനുഷ്യൻ, ഈ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് എന്നെ ആർ വിടുവിക്കും? കർത്താവായ യേശു ക്രിസ്തുവിലൂടെ പൗലോസിന് വിമോചനം കിട്ടി. സൗജന്യമായി രക്ഷ, പ്രവൃത്തികളിൽ ആശ്രയിക്കാതെ. ന്യായപ്രമാണം ആവശ്യപ്പെടുന്നത് ഇന്ന ചട്ടങ്ങൾ, ആചാരങ്ങൾ നിങ്ങൾ പാലിക്കുക. എന്നാൽ പ്രവൃത്തികൾ കൂടാതെ ക്രിസ്തു ഒരുവനെ നീതീകരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ആകയാൽ ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല. ഇനി NIV-യിൽ നിന്ന് വായിക്കുന്നു. Therefore there is now no condemnation for those who are in Christ Jesus. കർത്താവായ യേശു ക്രിസ്തുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ല. ഈ വാക്യം പറയുന്നത് ദൈവം മഹാമനസ്സലിവും കരുണയും ഉള്ളവനാകയാൽ ആരെയും ശിക്ഷയ്ക്ക് വിധിക്കുകയില്ല, അങ്ങനെയല്ല പറയുന്നത്. ക്രിസ്തു യേശുവിലുള്ളവർക്ക് മാത്രമാണ് ശിക്ഷാവധിയിൽ നിന്ന് മോചനമുള്ളത്. അതിൻ്റെ അർത്ഥം യേശു ക്രിസ്തുവിൽ അല്ലാത്തവർക്ക് ശിക്ഷാവധിയുണ്ട്. ഇത് കർത്താവായ യേശു ക്രിസ്തു തന്നെ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പുത്രനിൽ വിശ്വസിക്കാത്തവൻ ജീവനെ കാണുകയില്ല. ദൈവത്തിൻ്റെ ക്രോധം നിത്യതയോളം നരകത്തിൽ ഒരു അവിശ്വാസിയുടെ മേൽ പിന്തുടരും. അത് പലർക്കും അറിയുകയില്ല. യോഹന്നാൻ 3:36. പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്, പുത്രനെ അനുസരിക്കാത്തവനോ ജീവൻ കാണുകയില്ല, ദൈവക്രോധം അവൻ്റെ മേൽ വസിക്കുന്നതേയുള്ളൂ. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. റോമാലേഖനം ആർക്കാണ് എഴുതപ്പെട്ടിരിക്കുന്നത്? അന്നത്തെ രാഷ്ട്രീയ പ്രമുഖന്മാർക്കോ ധനാഢ്യന്മാർക്കോ കായികാഭ്യാസികൾക്കോ അതുപോലെ തന്നെ സമൂഹത്തിൽ ഉന്നതരായവർക്കോ ഒന്നുമല്ലാതെ എഴുതിയിരിക്കുന്നത് രക്ഷിക്കപ്പെട്ട ക്രിസ്ത്യാനികൾക്ക് എഴുതിയിരിക്കുകയാണ്. ക്രിസ്ത്യാനിയായത് നിമിത്തം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അനുഭവിക്കുന്ന റോമാസഭയിലെ അംഗങ്ങളോടാണ് പറയുന്നത്, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. എന്തുകൊണ്ട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ല? ന്യായപ്രമാണത്തിൽ ആശ്രയിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ശിക്ഷാവധിയുണ്ട്. പക്ഷേ ക്രിസ്തുവിൽ ആശ്രയിക്കുന്നവർക്ക് ശിക്ഷാവധിയില്ല. കാരണം 2000 വർഷങ്ങൾക്ക് മുമ്പ് സർവശക്തനായ ദൈവം മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ഒരു രക്ഷകനെ അയച്ചു. ന്യായപ്രമാണം മനുഷ്യനെ രക്ഷിക്കുന്നില്ല എന്ന് ദൈവത്തിന് ബോധ്യമായി. ന്യായപ്രമാണം പാലിക്കുവാൻ ആർക്കും സാധ്യമല്ല. അപ്പോഴിതാ ന്യായപ്രമാണം
കൂടാതെ മനുഷ്യരെ സൗജന്യമായി രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ മനസ്സിൽ തന്നെയാണ് ഈ കാൽവരിയിലെ ക്രൂശിലെ മരണം എന്ന ആശയം ഉദിച്ചത്. ആരും ദൈവത്തിന് ഉപദേശിച്ചു കൊടുത്തതല്ല, ദൈവമേ നിൻ്റെ പുത്രനെ ഈ ലോകത്തിലേക്ക് അയക്കണം, എന്നിട്ട് ബലിയാക്കണം, അങ്ങനെ ഞങ്ങളെ രക്ഷിക്കണമെന്ന് പിതാവായ ദൈവത്തിന് ആരും ആലോചന പറഞ്ഞു കൊടുത്തില്ല. മനുഷ്യവർഗത്തെ രക്ഷിക്കുവാൻ ദൈവം തൻ്റെ മനസ്സലിവിൽ മനുഷ്യൻ്റെ പ്രവൃത്തികളെ കൂടാതെ മനുഷ്യൻ രക്ഷിക്കുവാൻ ദൈവം ഒരു രക്ഷാകര പദ്ധതി ഒരുക്കി. അങ്ങനെ ദൈവം തൻ്റെ സ്വന്തം പുത്രനെ ഈ ലോകത്തിലേക്ക് അയച്ചു. അവൻ നമ്മുടെ അകൃത്യങ്ങൾക്ക് വേണ്ടിയാണ് മുറിവേൽപ്പിക്കപ്പെട്ടത്, കർത്താവായ യേശു ക്രിസ്തു. പാപമുഖാന്തരം നമ്മളെല്ലാം ദൈവത്തിൽ നിന്ന് അകന്നവരായിരുന്നു. നമ്മുടെ പാപങ്ങളെല്ലാം ക്രിസ്തു വഹിച്ചു. അങ്ങനെ നമ്മുടെ തെറ്റിൻ്റെ ശിക്ഷ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ശരീരത്തിൽ വഹിച്ചതുകൊണ്ട് നാം ഇപ്പോൾ നീതീകരിക്കപ്പെട്ടിരിക്കുകയാണ്. ക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് പറഞ്ഞു, എല്ലാം പൂർത്തിയായി, എല്ലാം നിവൃത്തിയായി. എന്താണ് പൂർത്തീകരിച്ചത്? എന്താണ് പൂർണ്ണമാക്കിയത്? പാപിയായ ഒരു മനുഷ്യന് ന്യായമായി ലഭിക്കാനുള്ള നരക ശിക്ഷാവധിയിൽ നിന്ന് സൗജന്യമായി രക്ഷ പ്രാപിക്കാനുള്ള രക്ഷാകര പദ്ധതിയാണ് കർത്താവായ യേശു ക്രിസ്തു അവിടെ പൂർത്തിയാക്കിയത്. അത് വിശ്വസിക്കുവാൻ പ്രവൃത്തികൾ ആവശ്യമില്ല. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനം പറയുന്നത്, കൃപയാലാണ് വിശ്വാസം വഴി നിങ്ങൾ രക്ഷിക്കപ്പെട്ടിരിക്കുന്നത്, ഇത് നിങ്ങൾ നേടിയെടുത്തതല്ല, ഒരുവനും അഹങ്കരിക്കാതിരിക്കുവാൻ പ്രവൃത്തികളും കാരണമല്ല. കർത്താവായ യേശുവിൽ നാം ഇപ്പോൾ ആശ്രയിക്കുമ്പോൾ ക്രിസ്തു തൻ്റെ നീതിവസ്ത്രം നമ്മുടെ മേൽ ധരിപ്പിക്കുകയാണ്. അങ്ങനെ നീതിവസ്ത്രം ധരിച്ച നാം പിതാവിൻ്റെ സന്നിധിയിൽ നീതിമാന്മാരാണ്. കുറ്റമില്ലാത്തവരായി പിതാവായ ദൈവം നമ്മെ പരിഗണിക്കുന്നു. കുറ്റമുള്ള വ്യക്തിയെ മാത്രമേ ശിക്ഷയ്ക്ക് യോഗ്യനാക്കുകയുള്ളൂ, കുറ്റമില്ലാത്തവരെ വെറുതെ വിടും. ക്രിസ്തു നമ്മുടെ തെറ്റുകളുടെ ശിക്ഷയെല്ലാം തൻ്റെ ശരീരത്തിൽ വഹിച്ചതുകൊണ്ട് നാം 100% കുറ്റവിമുക്തരായി. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. കാരണം നാം ഏൽക്കേണ്ട സകല ശിക്ഷാവിധികളും യേശു ക്രിസ്തു തൻ്റെ പരിശുദ്ധമായ ശരീരത്തിൽ വഹിച്ചതുകൊണ്ടാണ് നമുക്ക് ശിക്ഷാവിധി ഇല്ലാത്തത്. അതുകൊണ്ട് യേശുവിനെ കർത്താവ് എന്ന അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചവരിൽ നിന്ന് ഉയർപ്പിച്ചുവെന്ന് ഹൃദയപൂർവ്വം വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ഇങ്ങനെ ശിക്ഷാവിധി മാറിയവരുടെ പ്രത്യേകത എന്താണ്? അവർ ലോകസ്ഥാപനത്തിന് മുമ്പ് പിതാവായ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്. പുത്രൻ ഈ ലോകത്തിലേക്ക് വന്നപ്പോൾ പിതാവ് ഈ പ്രിയപ്പെട്ടവരെ പുത്രന് നൽകി. ഇവരെ ശിക്ഷയിൽ നിന്ന് രക്ഷിക്കുവാൻ സ്വന്തം പുത്രൻ രക്തം ചിന്തി അവരുടെ പാപക്കറകളെ കഴുകി. കാരണം പിതാവ് ഏൽപ്പിച്ചു കൊടുത്ത ഈ പ്രിയപ്പെട്ടവരെ പുത്രൻ ഏറ്റവും വിലപ്പെട്ട നിധിയായി കരുതി അവർക്ക് സമ്പൂർണ്ണ രക്ഷ ഒരുക്കുവാൻ സ്വന്തം ജീവൻ ബലിയർപ്പിച്ചു. അങ്ങനെ കൃപയാൽ നാം രക്ഷിക്കപ്പെട്ടു. നമുക്ക് നല്ല പ്രത്യാശയും ഉറപ്പുമുണ്ട്. ഞാൻ മരിച്ചാൽ നരകത്തിൽ പോവുകയില്ല, കാരണം ഞാനിപ്പോൾ ക്രിസ്തു യേശുവിലാണ് ഇരിക്കുന്നത്. ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല എന്നുള്ളതിന് സാദൃശ്യമായി 2 സംഭവങ്ങൾ പഴയ നിയമത്തിലുണ്ട്. നോഹയുടെ കാലത്ത് ജനം അഹങ്കാരികളായി ദൈവത്തിൻ്റെ വചനം കേൾക്കാതെ തന്നിഷ്ടപ്രകാരം ജീവിക്കുകയായിരുന്നു. അഹങ്കാരികളായ ആ ജനത്തെ നശിപ്പിക്കാൻ ദൈവം തീരുമാനിച്ചു. ജലപ്രളയം അയക്കാൻ തീരുമാനിച്ചു. എന്നാൽ നോഹ ദൈവത്തെ ഭയപ്പെടുന്നവനും അനുസരിക്കുന്നവനുമായിരുന്നു. അവനെ രക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ മനസ്സിൽ പദ്ധതി ഉണ്ടായിരുന്നതുകൊണ്ട് ഒരു പെട്ടകം ഉണ്ടാക്കാൻ പറഞ്ഞു. പെട്ടകം ഉണ്ടാക്കി. ആ പെട്ടകത്തിൽ നോഹയും തൻ്റെ ഭാര്യയും 3 മക്കളും മരുമക്കളും, അങ്ങനെ 8 പേർ മാത്രം കയറി. ദൈവം ആ പെട്ടകത്തിൻ്റെ വാതിലടച്ചു. മഴ പെയ്യാൻ തുടങ്ങി, നിർത്താതെയുള്ള മഴ. അഹങ്കാരികളെല്ലാം വെള്ളത്തിൽ മരിക്കുകയാണ്. പെട്ടകത്തിന് പുറത്ത് ന്യായവിധിയാണ്. പെട്ടകത്തിന് പുറത്ത് മരണവും ദൈവത്തിന് ശിക്ഷാവിധിയുമാണ്. എന്നാൽ പെട്ടകത്തിനകത്ത് രക്ഷയും ജീവനുമാണ്. ഈ കർത്താവായ യേശു ക്രിസ്തു എന്ന പെട്ടകത്തിന് അകത്ത് പ്രവേശിക്കുന്നവർക്ക് മാത്രമേ പുറത്തുള്ള ദൈവക്രോധത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ക്രിസ്തുവിന് പുറത്തായി ജീവിക്കുന്ന എല്ലാവരും ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. ഇതാണ് ഒന്നാമത്തെ സാദൃശ്യം. രണ്ടാമത്തെ സാദൃശ്യം, പഴയ നിയമത്തിൽ ആരെങ്കിലും അബദ്ധവശാൽ ഒരു വ്യക്തിയെ കൊന്നാൽ അവൻ പെട്ടെന്ന് ഓടി അഭയനഗരത്തിൽ പോയി അഭയം പ്രാപിക്കണം. സംഖ്യാപുസ്തകം 35:11-12 വരെ. കനാൻ ദേശത്ത് എത്തിയ ശേഷം ചില പട്ടണങ്ങൾ സങ്കേത നഗരങ്ങളായി വേർതിരിക്കണം. അബദ്ധവശാൽ ഒരുവനെ കൊന്നുപോയവൻ അവിടേക്ക് ഓടിപ്പോകണം. സംഖ്യാപുസ്തകം 35:26-27 വരെ. എന്നാൽ കൊല ചെയ്തവൻ ഓടിപ്പോയിരുന്ന സങ്കേത നഗരത്തിൻ്റെ
അതിർ വിട്ട് പുറത്തു വരികയും അവനെ അവൻ്റെ സങ്കേത നഗരത്തിൻ്റെ അതിരിന് പുറത്തു വെച്ച് കണ്ട് രക്തപ്രതികാരകൻ കൊല ചെയ്തവനെ കൊല്ലുകയും ചെയ്താൽ അവന് രക്തപാതകം ഇല്ല. അഭയ നഗരത്തിൽ എത്തപ്പെട്ട കൊലപാതകൻ വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ ആ നഗരത്തിൽ അഭയം പ്രാപിച്ചതിനാൽ അവന് രക്ഷ പ്രാപിക്കാൻ സാധിക്കും. ഇതുപോലെ നമ്മളെല്ലാവരും കൊടിയ പാപികളാണ്, നിസാര പാപികളല്ല. എന്നാൽ നാം ക്രിസ്തു എന്ന സങ്കേത നഗരത്തിനകത്ത് പ്രവേശിച്ചതുകൊണ്ട് നമുക്ക് ശിക്ഷാവധി ഇല്ലാതെയായി. നാം നീതിമാന്മാരായതുകൊണ്ടോ നാം പുണ്യപ്രവൃത്തികൾ ചെയ്തതുകൊണ്ടോ അല്ല നമുക്ക് ശിക്ഷാവധി ഇല്ലാത്തത്. കാരണം കർത്താവായ യേശു ക്രിസ്തു സങ്കേത നഗരമാണ്. യേശു ക്രിസ്തു നോഹയുടെ പെട്ടകത്തിന് സാദൃശ്യമാണ്. അതിൽ പ്രവേശിച്ചു എന്ന ഒറ്റ കാരണത്താലാണ് നമുക്ക് ശിക്ഷാവധിയിൽ നിന്ന് മോചനം പ്രാപിക്കുവാൻ സാധിക്കുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ നീതി വസ്ത്രം നമ്മുടെ മേൽ ധരിപ്പിച്ചു. അതുകൊണ്ട് പിതാവിൻ്റെ സന്നിധിയിൽ നമ്മൾ നീതിമാന്മാരാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നാം നിൽക്കുമ്പോൾ അന്ത്യദിനത്തിൽ നമുക്ക് പേടിയില്ല. കാരണം നമ്മെ ഒരിക്കലും പിതാവായ ദൈവം ശിക്ഷയ്ക്ക് വിധിക്കുകയില്ല. പുത്രൻ്റെ ബലി നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമാണ്. പിതാവ് തൃപ്തനായി. അതുകൊണ്ട് ധൈര്യത്തോടെ നമുക്ക് പിതാവിൻ്റെ സന്നിധിയിലേക്ക് പ്രവേശിക്കാം, സ്വർഗത്തിലേക്ക് പോകാം. പ്രിയമുള്ളവരെ, എനിക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞാൽ നമുക്ക് എത്രമാത്രം സന്തോഷം ഉണ്ടാകണം. ഞാൻ മരിച്ചാൽ നരകത്തിലേക്കല്ല പോവുക, ശിക്ഷാവധിയിലേക്കല്ല പോവുക, എൻ്റെ ക്രിസ്തു ഇരിക്കുന്ന ഇടമായ സ്വർഗത്തിലേക്കാണ് ഞാൻ പോവുക. ആ സത്യം തിരിച്ചറിഞ്ഞാൽ എത്ര സന്തോഷം ഉണ്ടാകും. ഒരിക്കൽ ഒരു വലിയ ക്രൂരത ചെയ്ത മനുഷ്യൻ, ദുഷ്ടനായ മനുഷ്യൻ, അവന് വധശിക്ഷ വിധിച്ചു. അവൻ ജയിലിൽ കഴിയുകയാണ്. അവന് ചില ദിവസങ്ങൾ മാത്രമേ ജീവിക്കാൻ ഇനി സാധ്യതയുള്ളൂ. അവൻ മരണത്തെ നോക്കി കഴിയുകയാണ്. എന്നാൽ ഒരു സുപ്രഭാതത്തിൽ ജഡ്ജിയുടെ ഒരു ഓർഡർ വന്നു. നിന്നെ തുറന്നു വിട്ടിരിക്കുന്നു, നിന്റെ കുറ്റങ്ങളെല്ലാം പിൻവലിച്ചിരിക്കുന്നു, നിന്റെ വധശിക്ഷ റദ്ദ് ചെയ്തിരിക്കുകയാണ്. മരണത്തെ പ്രതീക്ഷിച്ച ആ വ്യക്തി ഇപ്പോഴിതാ പരിപൂർണ സ്വതന്ത്രനായി. അങ്ങനെ ഒരു ഓർഡർ അവൻ്റെ കയ്യിൽ കിട്ടിയാൽ അവന് എത്രമാത്രം സന്തോഷം ഉണ്ടാകും. ഇതുപോലെ നിത്യമായ നരകത്തിന് മാത്രം അർഹത നേടിയ നാം കർത്താവായ യേശു ക്രിസ്തുവിനാൽ നിത്യരക്ഷയുടെ അവകാശികളായി നാം എത്രമാത്രം സന്തോഷിക്കണം. ഒരിക്കൽ ന്യായപ്രമാണ കാലത്ത് പൗലോസ് പറഞ്ഞു, ഞാൻ അരിഷ്ട മനുഷ്യനാണ്, എന്നെ മരണത്തിന് അധീനമായ ശരീരത്തിൽ നിന്ന് ആര് വിടുവിക്കും? വല്ലാത്ത ഞെരുക്കം, തൻ്റെ അവയവങ്ങളിൽ പാപത്തിൻ്റെ പ്രമാണമുണ്ട്, എന്തു ചെയ്യാൻ സാധിക്കും? ദൈവത്തിന് പ്രസാദകരമായ ജീവിതം ജീവിക്കുവാൻ ന്യായപ്രമാണത്തിൻ്റെ ചട്ടക്കൂട്ടിൽ നിന്നുകൊണ്ട് സാധിക്കുന്നില്ല. എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിച്ചപ്പോൾ സൗജന്യമായി പൗലോസിന് രക്ഷ കിട്ടി. അതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയും ഇല്ല. നമ്മൾ ഒരുപക്ഷെ എൻ്റെ ശിക്ഷാവധി മാറി, ഇത് വലിയൊരു കാര്യമാണെന്ന് പലരും അങ്ങ് ചിന്തിക്കില്ല. ഇപ്പം നിൻ്റെ രോഗം ഇതാ മാറാൻ പോകുന്നു പറഞ്ഞാൽ നമുക്ക് ഭയങ്കര സന്തോഷം തോന്നും, അല്ലേ? അല്ല, നിൻ്റെ സാമ്പത്തിക ഞെരുക്കങ്ങൾ ഇപ്പോൾ ഇത് മാറാൻ പോകുകയാണെന്ന് പറഞ്ഞാൽ നമ്മളിൽ ചിലർക്ക് വലിയൊരു സന്തോഷം തോന്നും. ശിക്ഷാവധി മാറിയേ, അതിപ്പോൾ മരിച്ചു കഴിഞ്ഞുള്ള കാര്യമല്ല. സങ്കീർത്തനങ്ങൾ 32:1, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവൻ ഭാഗ്യവാൻ. നാം ഭാഗ്യവാന്മാരുടെ ഗണത്തിൽപ്പെട്ടവരാണ്. ദൈവം നമ്മോട് പറയുകയാണ്, നിനക്കൊരു ശിക്ഷാവധിയുമില്ല എന്ന് പറഞ്ഞാൽ ആ പ്രഖ്യാപനത്തെ റദ്ദ് ചെയ്യാൻ ആർക്ക് സാധിക്കും? ആർക്കും സാധിക്കില്ല. മനുഷ്യരൊക്കെ പറയുകയാണ്, നീ നല്ല പുണ്യാളനാണ്, നിനക്ക് യാതൊരു ശിക്ഷാവധിയില്ല എന്ന് പറഞ്ഞുള്ള ഒരു പ്രയോജനവുമില്ല. ദൈവം പറയണം, നിനക്ക് ശിക്ഷാവധിയില്ല, നീ കുറ്റമറ്റവനാണ്, നീ നീതീകരിക്കപ്പെട്ടവനാണ്. പിശാച് നമ്മെ നോക്കി ഒരുപക്ഷെ നിരവധി ആരോപണങ്ങൾ പറയുമായിരിക്കാം. റോമാലേഖനം 8:31 വരെയുള്ള വാക്യങ്ങളിൽ ചില ഭാഗം വായിക്കുകയാണ്. ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. ദൈവം നമുക്ക് അനുകൂലമാണ്, കർത്താവ് നമ്മെ നീതീകരിച്ചു. ഇനി ആരൊക്കെ പ്രതികൂലമായാലും ഒരു പ്രയോജനവുമില്ല. ദൈവം തെരഞ്ഞെടുത്തവരെ ആർ കുറ്റം ചുമത്തും? ചിലരും പരിശ്രമിച്ചു എന്ന് വരാം, ഒരു പ്രയോജനവുമില്ല. ദൈവം നമ്മളെ നീതിമാൻ എന്ന് സർട്ടിഫൈ ചെയ്താൽ അത് എന്നേക്ക് നിലനിൽക്കുന്നതാണ്. നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? ആ ദൈവത്തിൻ്റെ വചനമാണ് നമ്മോട് പറയുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയും ഇല്ല. അപ്പോസ്തലനായ പൗലോസിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, താൻ മരിച്ചു കഴിഞ്ഞാൽ ശിക്ഷാവധിയിലേക്കല്ല പോവുക, വിട്ടുപിരിഞ്ഞ് ക്രിസ്തുവിനോട് കൂടി ഇരിക്കുന്നതാണ് അത്യുത്തമം.
രണ്ടിനാൽ ഞാൻ ഞരങ്ങുന്നു. എന്താണത്? ജീവനോടിരിക്കണമോ സ്വർഗത്തിൽ പോകണമോ? പൗലോസിനെല്ലാം പ്രത്യാശ ഉണ്ടായിരുന്നു. ശരീരം വിട്ടാൽ ഉടനെ തന്നെ കർത്താവ് ഇരിക്കുന്ന സ്വർഗത്തിൽ ഞാൻ എത്തും. എന്നാൽ ഇന്ന് ഒരു വിഭാഗം ക്രിസ്ത്യാനികൾക്ക് അവരുടെ മതനേതാക്കൾ പഠിപ്പിക്കുന്ന വിശ്വാസം അനുസരിച്ച് മരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ശുദ്ധീകരണ സ്ഥലത്തിലേക്ക് പോകും എന്നാണ് അവരുടെ പ്രത്യാശ, ഉറപ്പ്. മരിച്ചാൽ ഒപ്പീസും കുർബാനയും തുടങ്ങി. എന്താണ് കാരണം? ശുദ്ധീകരണ സ്ഥലത്തിൽ വേദന അനുഭവിക്കുന്നത് കൊണ്ട് അവിടുത്തെ ശിക്ഷാവിധി ഇളവ് ചെയ്യാൻ വേണ്ടിയാണ് ഭൂമിയിലെ മനുഷ്യർ ചില കർമ്മങ്ങൾ നടത്തുന്നത്. എന്നാൽ ശുദ്ധീകരണ സ്ഥലം എന്നൊരു സ്ഥലമില്ല. എന്നാൽ ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ച്, ക്രിസ്തു യേശുവിലുള്ള ഒരു സത്യക്രിസ്ത്യാനിയെ സംബന്ധിച്ച് മരിച്ചു കഴിഞ്ഞാൽ ശുദ്ധീകരണ സ്ഥലമല്ല അവനെ കാത്തിരിക്കുന്നത്. അവനൊരു ശിക്ഷാവിധിയുമില്ല, യാതൊരു ശിക്ഷാവിധിയുമില്ല. അവൻ ക്രിസ്തുവിൻ്റെ സന്നിധിയിലേക്കാണ് പ്രവേശിക്കുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല, അല്ലാത്തവർക്ക് ശിക്ഷാവിധിയുണ്ട്. നമ്മളിപ്പോൾ ക്രിസ്തു യേശുവിലാണ് ഇരിക്കുന്നത്. നമ്മളും ക്രിസ്തുവും തമ്മിൽ ഇപ്പോൾ വേർപിരിക്കാൻ പറ്റാത്ത ബന്ധമാണ്. പണ്ട് നാം ക്രിസ്തു യേശുവിലല്ലാത്ത കാലത്ത് അഥവാ രക്ഷിക്കപ്പെടാത്ത കാലത്ത് നമ്മുടെ ലക്ഷ്യസ്ഥാനം എന്തായിരുന്നു? നരകമായിരുന്നു. എന്നാൽ ക്രിസ്തു യേശുവിലായപ്പോൾ നമ്മുടെ ലക്ഷ്യസ്ഥാനം മാറി. ഇപ്പോൾ നാം ചെന്നെത്തുക സ്വർഗത്തിലാണ്. പണ്ട് രക്ഷിക്കപ്പെടാത്ത ആ പഴയ കാലത്ത് നമ്മുടെ ജഡമോഹങ്ങളനുസരിച്ച് ജീവിച്ചു. ഇപ്പോൾ നാം ക്രിസ്തു യേശുവിലായതുകൊണ്ട് പരിശുദ്ധാത്മാവിനനുസരിച്ചാണ് ജീവിക്കുന്നത്. അന്ന് നമുക്ക് പ്രത്യാശയില്ല. അന്നത്തെ നമ്മുടെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളും മാറി. കാരണം ഒരുവന് ക്രിസ്തുവിലായാൽ അവന് പുതിയ സൃഷ്ടിയാണ്, പഴയത് കഴിഞ്ഞുപോയി. നാം ക്രിസ്തു യേശുവിലാണ് എന്ന് സൂചിപ്പിക്കുന്ന ഒത്തിരി വേദവാക്യങ്ങളുണ്ട്. ചിലത് വായിക്കുന്നു. യോഹന്നാൻ 15:5, ഞാൻ മുന്തിരിവള്ളിയും നിങ്ങൾ ശാഖകളുമാകുന്നു. 1 കൊരിന്ത്യർ 12:27, എന്നാൽ നിങ്ങൾ ക്രിസ്തുവിൻ്റെ ശരീരവും ഓരോരുത്തൻ വെവ്വേറെയായി അവയവങ്ങളും ആകുന്നു. ഗലാത്യർ 3:27-28 വാക്യങ്ങൾ, ക്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്ന നിങ്ങൾ എല്ലാവരും ക്രിസ്തുവിനെ ധരിച്ചിരിക്കുന്നു. അതിൽ യഹൂദനും യവനനും എന്നില്ല, ദാസനും സ്വതന്ത്രനും എന്നില്ല, പുരുഷനും സ്ത്രീയും എന്നുമില്ല, നിങ്ങളെല്ലാവരും ക്രിസ്തു യേശുവിൽ ഒന്നത്രേ. കൊളോസ്യർ 1:27 അവസാന ഭാഗം. ആ മർമ്മം മഹത്വത്തിൻ്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇരിക്കുന്നു എന്നുള്ളത് തന്നെ. ക്രിസ്തുവിനോട് നാം ഒന്നായി ചേർന്നിട്ടുണ്ടെങ്കിൽ പിതാവായ ദൈവത്തിന് നമ്മളെ എങ്ങനെ ശിക്ഷാവിധിക്ക് വിധേയനാക്കാൻ സാധിക്കും? കാരണം പിതാവായ ദൈവം യേശു ക്രിസ്തുവിനെ എപ്രകാരം സ്നേഹിക്കുന്നുവോ അപ്രകാരം നമ്മെ സ്നേഹിക്കുന്നുണ്ട്. അതുകൊണ്ട് ക്രിസ്തുവിനോടുകൂടെ ഐക്യമത്യപ്പെട്ട ഒരു വിശ്വാസിയെ നരകത്തിൽ തള്ളിയിടുകയില്ല. 1 കൊരിന്ത്യർ 6:15, നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാകുന്നു എന്ന് അറിയുന്നില്ലയോ? 1 കൊരിന്ത്യർ 6:17, കർത്താവിനോട് പറ്റിച്ചേരുന്നവൻ അവനുമായി ഏകാത്മാവാകുന്നു. യോഹന്നാൻ 14:20, ഞാൻ എൻ്റെ പിതാവിലും നിങ്ങൾ എന്നിലും ഞാൻ നിങ്ങളിലും എന്ന് നിങ്ങൾ അന്ന് അറിയും. 1 കൊരിന്ത്യർ 1:30, നിങ്ങളോ അവനാൽ ക്രിസ്തു യേശുവിൽ ഇരിക്കുന്നു. അതുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. അല്ലാത്തവർക്ക് സംശയമാണ്, ഞാൻ മരിച്ചാൽ നരകത്തിലെത്തുമോ? ഭയങ്കര പേടിയാണ്. നമ്മൾ ക്രിസ്തു യേശുവിലല്ലാത്ത വ്യക്തികളായിരുന്നുവെങ്കിൽ നമുക്ക് ന്യായവിധിയല്ലാതെ ശിക്ഷാവിധിയല്ലാതെ മറ്റൊന്ന് പ്രത്യാശയ്ക്ക് വകയില്ല. 2 വാക്യങ്ങളൊന്ന് വായിക്കാം. റോമ 2:5, എന്നാൽ നിന്റെ കാഠിന്യത്താലും അനുതാപമില്ലാത്ത ഹൃദയത്താലും നീ ദൈവത്തിൻ്റെ നീതിയുള്ള വിധി വെളിപ്പെടുന്ന കോപ ദിവസത്തേക്ക് നിനക്ക് തന്നെ കോപം കൂട്ടിവെക്കുന്നു. അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകരം ചെയ്യും. മത്തായി 25:41 വായിക്കുന്നു. പിന്നെ അവൻ ഇടത്തുള്ളവരോട്, ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചനും അവൻ്റെ ദൂതന്മാർക്കും ഒരുക്കിയിരിക്കുന്ന നിത്യാഗ്നിയിലേക്ക് പോകുവിൻ. എന്നാൽ അങ്ങനെ ഒരു വാക്ക് കർത്താവ് അന്ത്യനാളിൽ നമ്മോട് പറയുകയില്ല. കാരണം നാം ഇപ്പോൾ ക്രിസ്തു യേശുവിലാണ്. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധിയില്ല. ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. നിന്റെ എല്ലാ പാപങ്ങളും മോചിച്ചിരിക്കുന്നു, നീ കുറ്റവിമുക്തനാണ്, നിനക്ക് ശിക്ഷാവിധിയില്ല എന്ന് നമ്മോട് പറയുവാൻ അധികാരപ്പെട്ട ഒരേ ഒരു വ്യക്തി യേശു ക്രിസ്തു മാത്രമാണ്. അവനിൽ പാപമില്ല. മാത്രമല്ല, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തുവാൻ തൻ്റെ ശരീരം യാഗമാക്കുകയും ചെയ്തു. അത്തരത്തിലുള്ള ക്രിസ്തുവിന് മാത്രമേ നിങ്ങൾക്ക് ശിക്ഷാവിധിയില്ല എന്ന് പ്രഖ്യാപിക്കുവാൻ അധികാരമുള്ളൂ. ഒരിക്കൽ
വ്യഭിചാരിണിയായ ഒരു സ്ത്രീയെ പരീശന്മാരും ശാസ്ത്രിമാരും പിടിച്ചു. അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ തയ്യാറായി നിൽക്കുകയാണ്. കർത്താവ് പറഞ്ഞു, നിങ്ങളിൽ പാപം ചെയ്യാത്തവൻ ആദ്യം കല്ലെറിയട്ടെ. എന്നാൽ ആ സമൂഹത്തിൽ ആ സ്ത്രീയെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ യോഗ്യനായി ഒരുവനേയുള്ളൂ, അത് കർത്താവായ യേശുവാണ്. മറ്റെല്ലാവരും കല്ലുമായി നിൽക്കുന്നുവെങ്കിലും അവർക്ക് സ്ത്രീയെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ അർഹതയില്ല. കാരണം അവർ ഇതിനേക്കാൾ വലിയ പാപങ്ങൾ ചെയ്തവരായിരിക്കും. എന്നാൽ അവളെ ശിക്ഷയ്ക്ക് വിധിക്കുവാൻ അർഹതയുള്ള ഒരേ ഒരു വ്യക്തി യേശു ആയിരിക്കെ യേശു ആ സ്ത്രീയോട് എന്താണ് പറയുന്നത്? സ്ത്രീയെ, ഞാനും നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, പോകുക, മേലിൽ പാപം ചെയ്യരുത്. യോഹന്നാൻ 8:11. എന്തുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു ആ സ്ത്രീയോട് ഞാൻ നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല എന്ന് പറഞ്ഞത്? കാരണം ആ സ്ത്രീയുടെ പാപത്തിൻ്റെ, ആ സ്ത്രീയുടെ തെറ്റിൻ്റെ ശിക്ഷയും താൻ ക്രൂശിൽ വഹിക്കാൻ പോവുകയാണ്. അവൾ തെറ്റ് ചെയ്തുകൊണ്ട് ശിക്ഷ കിട്ടിയേ പറ്റൂ, കാരണം ദൈവം നീതിമാനാണ്. പക്ഷേ ക്രിസ്തു അവളുടെയും പാപങ്ങൾ വഹിച്ച് ക്രൂശിൽ മരിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് പറയുകയാണ്, നിന്റെ പാപം ഞാൻ ക്ഷമിച്ചു. ബറാബാസ് വലിയ കൊള്ളക്കാരനാണ്. തീർച്ചയായിട്ടും അവൻ മരണശിക്ഷയ്ക്ക് യോഗ്യനാണ്. തെറ്റ് ചെയ്തവൻ ശിക്ഷിക്കപ്പെടണം. പക്ഷേ ക്രിസ്തു നിമിത്തം ബറാബാസ് മോചിതനായി. ആ ബറാബാസ് ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ മൊത്തമായി ക്രിസ്തു ക്രൂശിൽ ഏറ്റെടുത്തു. ക്രൂശിൽ തൂങ്ങിക്കിടക്കുന്ന ദുഷ്ടനായ മനുഷ്യൻ, കള്ളൻ എന്നാണ് നമ്മൾ അവനെ പറയുന്നത്. അവനോട് കർത്താവ് പറയുകയാണ്, ഇന്ന് നീ എന്നോടുകൂടെ പാർദീസായിലിരിക്കും. അപ്പോൾ ഇവൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ആരാണ് വഹിച്ചത്? അതാണ് തൊട്ടടുത്ത ക്രൂശിൽ ക്രിസ്തു വഹിക്കുന്നത്. അവൻ്റെ തെറ്റിൻ്റെ ശിക്ഷ താൻ വഹിച്ചിട്ടാണ് അവനോട് പറയുന്നത്, ഇന്ന് നീ എന്നോടുകൂടെ പർദീസായിൽ ഇരിക്കും. ഒരു വ്യക്തിയോട് ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചിരിക്കുന്നു, നിനക്ക് ശിക്ഷയില്ല എന്ന് പറയണമെങ്കിൽ ആ വ്യക്തി ചെയ്ത തെറ്റിൻ്റെ ശിക്ഷ ഇത് പറയുന്ന വ്യക്തി ഏറ്റെടുത്തിരിക്കണം. ദൈവമക്കളായ നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മോട് പാപങ്ങളൊക്കെ എന്നോട് ഏറ്റുപറയൂ, എനിക്ക് പ്രത്യേക അധികാരമുണ്ട്, എൻ്റെ കാതിൽ പാപങ്ങൾ പറഞ്ഞു തരികയാണ് എങ്കിൽ ഞാൻ അവയ്ക്കെല്ലാം മോചനം തരാം. അങ്ങനെ പറഞ്ഞാൽ നമ്മളാരും കബളിപ്പിക്കപ്പെടരുത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് കാൽവരി കുരിശിൽ നമുക്ക് വേണ്ടി സ്വന്തം രക്തം ചിന്തി മരിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുക്രിസ്തുവിന് മാത്രമേ നമ്മുടെ പാപങ്ങൾക്ക് സമ്പൂർണ്ണ മോചനം തരാൻ കഴിയൂ. ആ ക്രിസ്തു നമ്മെ നോക്കി പറയണം, നിനക്ക് ശിക്ഷാവിധിയില്ല, നിൻ്റെ പാപങ്ങൾ ഞാൻ മോചിച്ചു തന്നിരിക്കുന്നു. എന്നാൽ ഈ ഭൂമിയിലെ ഏതെങ്കിലും നേതാവ് നമ്മെ നോക്കി നിൻ്റെ പാപങ്ങളൊക്കെ ഞാൻ മോചിച്ചു തന്നു എന്ന് പറഞ്ഞാൽ ഒരു കൊച്ചു പാപം പോലും ആ പറച്ചിൽ കൊണ്ട് മോചിക്കപ്പെടുന്നില്ല എന്ന സത്യം ദൈവമക്കൾ തിരിച്ചറിയണം. ഇവർ ഈ പാപങ്ങൾ ഏറ്റുപറയുന്ന വ്യക്തിയുടെ പാപത്തിന് ശിക്ഷ ഏറ്റെടുത്തിട്ടില്ല. ഇവർ ഒരു വേദനയും അനുഭവിച്ചിട്ടില്ല. പ്രിയമുള്ളവരെ, ക്രിസ്തു ഒരു വ്യക്തിയോട് ഞാൻ നിന്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറയുന്നത് എന്തുകൊണ്ടാണ്? ആ വ്യക്തിയുടെ സകല പാപങ്ങളും അതിൻ്റെ ശിക്ഷകളും താൻ ഏറ്റെടുത്തു. നമ്മളോട് ദൈവത്തിൻ്റെ വചനം പറയുന്നു, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. എന്തുകൊണ്ട് നമ്മുടെ ശിക്ഷാവധി മാറി? എന്തുകൊണ്ട് ദൈവം നമ്മുടെ നേർക്ക് ഒരു പ്രഖ്യാപനം അങ്ങനെ പ്രഖ്യാപിക്കുന്നു? കാരണം നമ്മുടെ സകല തെറ്റിൻ്റെ ശിക്ഷയും യേശു ക്രിസ്തു ഏറ്റെടുത്തു. അത് ക്രിസ്തു അനുഭവിച്ചു. നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം അവിടുന്ന് മുറിവേൽപ്പിക്കപ്പെട്ടു. നമ്മുടെ സമാധാനത്തിന് ശിക്ഷ അവൻ വഹിച്ചു എന്നാണ് യെശയ്യാ പ്രവാചകൻ 53-ാം അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ക്രിസ്തു കുമ്പസാരക്കൂട്ടിലിരുന്നു കൊണ്ട് നിങ്ങളുടെ പാപങ്ങളൊക്കെ മോചിച്ചു എന്ന് പറയുകയല്ല ചെയ്തത്. അവിടുന്ന് എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ തൻ്റെ ശരീരത്തിൽ ഏറ്റെടുത്തു, അതിൻ്റെ ശിക്ഷ വഹിച്ചു. ലോകത്തിൻ്റെ പാപങ്ങളെ ചുമക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യചെമ്മരിയാട് യേശു ക്രിസ്തുവാണ്. ആ യേശു ക്രിസ്തുവിൻ്റെ രക്തത്തിന് മാത്രമേ പാപിയുടെ പാപത്തിന് മോചനം കൊടുക്കാനായി സാധിക്കും. അതിനാൽ വഞ്ചിക്കപ്പെടരുത്. മനുഷ്യപുത്രന് മാത്രമേ പാപത്തെ മോചിക്കാൻ അധികാരമുള്ളൂ. കർത്താവ് വ്യക്തമായിട്ട് ആ കാര്യം പറഞ്ഞു കഴിഞ്ഞു. കാരണം ക്രിസ്തു മാത്രമാണ് മാനവവർഗത്തിൻ്റെ പാപത്തിൻ്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ തൂങ്ങി മരിച്ചത്. അവിടുത്തെ ആ വിശുദ്ധ രക്തത്തിന് മാത്രമേ അനുദപിക്കുന്ന ഒരു പാപിയുടെ പാപത്തെ കഴുകി ശുദ്ധീകരിക്കുവാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധി ഇല്ല എന്ന് ദൈവത്തിന് വചനം പറഞ്ഞാൽ
അത് 100% സത്യസന്ധമായ പ്രസ്താവനയാണ്. നമുക്കത് വിശ്വസിക്കാം. കാരണം നമുക്ക് 100 കോടി രൂപ പിഴ അടയ്ക്കാനുണ്ടെങ്കിൽ ഒരു നിവൃത്തിയിൽ അത് അടയ്ക്കാൻ, അത് മുഴുവനായിട്ട് ദൈവം അടച്ചു കഴിഞ്ഞു. പാപത്തിൻ്റെ കടം കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ കൊടുത്തു വീട്ടി പറയുകയാണ്, ഇനി നിങ്ങൾക്ക് പാപത്തിൻ്റെ ശിക്ഷാവധി അനുഭവിക്കേണ്ട. എന്താ കാരണം? നിങ്ങൾക്ക് പകരമായി ഞാനത് അനുഭവിച്ചു. നിങ്ങൾ സ്വതന്ത്രരാണ്. ഈ സത്യം നമ്മൾ മനസ്സിലാക്കണം. നമ്മുടെ സ്വന്തം കർമ്മങ്ങൾ കൊണ്ടോ അനുഷ്ഠാനങ്ങൾ കൊണ്ടോ ഭക്തി ജീവിതം കൊണ്ടോ ഒരിക്കലും പിതാവായ ദൈവം നമ്മെ അംഗീകരിക്കുകയില്ല. സകല മനുഷ്യരും രക്ഷ പ്രാപിക്കണമെന്നും സത്യത്തിൻ്റെ പരിജ്ഞാനത്തിൽ എത്തണമെന്നുമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. എന്തുകൊണ്ടെന്നാൽ ഒരു ദൈവമേയുള്ളൂ, ദൈവത്തിനും മനുഷ്യർക്ക് ഇടയിൽ മധ്യസ്ഥനായി ഒരുവനേയുള്ളൂ. എല്ലാവർക്കും വേണ്ടി വിമോചന മൂല്യമായി തന്നെ അർപ്പിച്ച മനുഷ്യപുത്രനായ ക്രിസ്തു യേശു. അതാണ് തിമത്തിയോസിന് എഴുതിയ ലേഖനം, അതാണ് നമ്മോട് പറയുന്നത്. അങ്ങനെ ക്രിസ്തു നമ്മെ രക്ഷിച്ചു. അതിനുവേണ്ടി ക്രിസ്തു വലിയ വില കൊടുത്തു, സ്വന്തം ജീവൻ. അതുകൊണ്ട് നാം സൗജന്യമായി രക്ഷ പ്രാപിച്ചെങ്കിലും, നാം സൗജന്യമായി ശിക്ഷാവധിയിൽ നിന്ന് മോചനം പ്രാപിച്ചെങ്കിലും അതിന് വലിയൊരു വില യേശു ക്രിസ്തു കൊടുത്തു. സ്വന്തം രക്തം തന്നെ ചിന്തി വലിയ സങ്കടവും ക്ലേശവും വേദനയും ക്രൂശിൽ അനുഭവിച്ച് നേടിത്തന്ന രക്ഷയാണ് ഇത്. അത് നാം ഇപ്പോൾ ഫ്രീ ആയിട്ട് എൻജോയ് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. എന്നാൽ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഈ ഭൂമിയിൽ ഇപ്പോൾ കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ദുഃഖമുണ്ട്, വേദനയുണ്ട്, ചിലപ്പോൾ സങ്കടമുണ്ട്. ഇതൊക്കെ ഒഴിവാക്കി തരാമെന്ന് പറഞ്ഞിട്ടില്ല, ശിക്ഷാവിധി ഒഴിവാക്കി തരാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. കർത്താവ് പറഞ്ഞ ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, എങ്കിലും ധൈര്യപ്പെടുവിൻ. ശിക്ഷാവിധി മാറിയ നമ്മൾ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ പല രീതിയിലും ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു എന്ന് വരാം, രോഗം വന്നു എന്ന് വരാം, അപമാനം നമുക്ക് നേരിട്ടു എന്ന് വരാം. കാരണം ഇതൊന്നും ഒഴിവാക്കപ്പെടുന്നില്ല. ഇത് കുരിശിൻ്റെ പാതയാണ്. ആരെങ്കിലും എന്നെ അനുഗമിക്കുവാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ നിഷേധിച്ച് തൻ്റെ കുരിശുമെടുത്ത് എൻ്റെ പിന്നാലെ വരണം. അപ്പോൾ ശിക്ഷാവിധി മാറുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഈ ലോകത്തിൽ യാതൊരു കഷ്ടപ്പാടും നിങ്ങൾക്കുണ്ടാവുകയില്ല, ഈ ലോകത്തിൽ നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടോ ശാരീരികമായ വേദനയോ ഒറ്റപ്പെടുന്ന അവസ്ഥയോ ഇതൊന്നും ഉണ്ടായിരിക്കുകയില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അതൊക്കെ ഈ ഭൂമിയിൽ ഉണ്ട്. പക്ഷേ നാം വലിയ പ്രത്യാശയുള്ളവരാണ്. കഷ്ടത്തിലൂടെ പോകുമ്പോൾ, നഷ്ടത്തിലൂടെ പോകുമ്പോൾ, അപമാനത്തിലൂടെ പോകുമ്പോൾ പിശാച് ഒരുപക്ഷെ നമ്മെ ക്ഷീണിപ്പിക്കുവാൻ പലതും പറയും. നിന്നെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുകയാണ്, നിനക്കെന്നും പ്രശ്നമല്ലേ, നിനക്ക് ശിക്ഷാവിധി വരാൻ പോകുന്നു, നിനക്ക് കണ്ടോ രോഗം, എത്ര പ്രാർത്ഥിച്ചിട്ടും മാറുന്നില്ല, ദൈവം നിനക്ക് ശിക്ഷാവിധി അയച്ചിരിക്കുകയാണ്, നിനക്കെന്നും പ്രശ്നമല്ലേ, എന്നും നീ പ്രാർത്ഥിക്കുന്നു, വല്ല വിടുതലും കിട്ടിയോ? പിശാച് അപവാദിയാണ്, കുറ്റം പറയുവാൻ മിടുക്കനാണ്. അപ്പോൾ ഒരു വിശ്വാസി ക്ഷീണിച്ചിരിക്കുമ്പോൾ പല രീതിയിൽ കൂരമ്പുകൾ എയ്യുവാൻ അവൻ പരിശ്രമിച്ചു എന്ന് വരാം. ഇനി മറ്റു മനുഷ്യരും നമ്മെ പല രീതിയിൽ ക്ഷീണിപ്പിക്കുവാൻ, നാം തളർച്ചയിൽ, വേദനയിൽ, ഏകാന്തതയിലൊക്കെ ആയിരിക്കുമ്പോൾ അവരും നമ്മളെ വിഷമിപ്പിക്കുവാൻ ശ്രമിച്ചു എന്ന് വരാം. ഇയ്യോബ് ഭക്തനും നിഷ്കളങ്കനും നേരിടുവനുമാണ്. അവന് വലിയ ദുരിതം വന്നപ്പോൾ ശാരീരികമായ വേദന, സ്വത്ത് നഷ്ടപ്പെടുന്നു, മക്കൾ നഷ്ടപ്പെടുന്നു. അപ്പോൾ സ്നേഹിതന്മാർ വന്ന് പറയുകയാണ്, ദൈവം നിന്നെ ശിക്ഷിച്ചതുകൊണ്ടാണ് ഈ രീതിയിൽ ദുരിതം വന്നത്. സ്നേഹിതന്മാരും വന്ന് ദുഷിക്കുന്നു, നീ ദൈവത്തിൻ്റെ ശിക്ഷയുടെ കരങ്ങളിലാണ്. പക്ഷേ ഈ രീതിയിൽ പിശാചോ മനുഷ്യരോ നമ്മുടെ കഷ്ടത്തിൻ്റെ വേളയിൽ പറയുമ്പോൾ നാം തിരിച്ച് പിശാചിനോട് എന്ത് പറയണം? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. ദൈവം നീതീകരിച്ചവരെ ആരാണ് കുറ്റം ചുമത്തുക? ദൈവം അനുകൂലമെങ്കിൽ പ്രതികൂലമാർ. പിന്നെ എന്തുകൊണ്ടാണ് നമുക്ക് കഷ്ടവും പ്രയാസവും ഞെരുക്കും വരുന്നത്? ഇത് നാം നമ്മുടെ സ്വന്തം കഴിവിൽ ആശ്രയിക്കാതെ ക്രിസ്തുവിൽ ആശ്രയിക്കുവാൻ. ഒരു വിശ്വാസിക്ക് ശിക്ഷാവിധിയില്ല, പക്ഷേ ഈ ഭൂമിയിൽ അവന് ശിക്ഷണമുണ്ട്. നമുക്ക് ശിക്ഷാവിധിയില്ല, പക്ഷേ നമുക്ക് എന്തുണ്ട്? ശിക്ഷണമുണ്ട്. അത് പല രീതിയിലും പല ഭാവത്തിലും നമ്മുടെ ജീവിതത്തിൽ ദൈവം അയക്കും. എന്തിനു ശിക്ഷണം അയക്കുന്നു? അത് ദൈവം നമ്മെ തള്ളിക്കളഞ്ഞു എന്നുള്ളതിന് തെളിവല്ല, മറിച്ച് ദൈവം നമ്മളെ സ്വീകരിച്ചിരിക്കുന്നു, ദൈവം നമ്മളെ സ്നേഹിക്കുന്നു. അതിൻ്റെ തെളിവാണ് വിവിധ രീതിയിലുള്ള ശിക്ഷണങ്ങൾ.
അതുകൊണ്ട് പിശാച് പറയട്ടെ, മറ്റു മനുഷ്യർ എന്തൊക്കെ പറയട്ടെ, നാം ഒരിക്കലും ക്ഷീണിക്കരുത്. നമുക്ക് ശിക്ഷാവധിയില്ല. കഷ്ടമുണ്ട്, പ്രയാസമുണ്ട്, ബാലശിക്ഷയുണ്ട്, അതെല്ലാം ഉണ്ട്. പക്ഷേ ശിക്ഷാവധിയില്ല. എനിക്ക് ശിക്ഷാവധിയില്ല എന്നുള്ള ഒറ്റ കാര്യം മതി എനിക്ക് ഏത് ക്ലേശത്തിലും, ഏത് ഞെരുക്കത്തിലും, ഏത് ബലഹീനതയിലും, വേദനയിലും എനിക്ക് സന്തോഷിക്കുവാൻ. ഞാൻ ശിക്ഷാവിധിയിൽ നിന്ന് വിമുക്തനാണ്. പ്രൈസ് ദി ലോർഡ്. യോഹന്നാൻ 5:24, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എൻ്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. ദൈവം ഒരു വാക്യം പറഞ്ഞാൽ അത് സത്യസന്ധമാണ്. മനുഷ്യൻ പറയുന്നത് പോലെയല്ല. ആകാശവും ഭൂമിയും മാറിയാലും ദൈവത്തിൻ്റെ വചനങ്ങൾക്ക് മാറ്റം വരികയില്ല. പക്ഷേ നമുക്ക് ശിക്ഷണമുണ്ട്. കാരണം നാം പലതിലും തെറ്റിപ്പോകുന്നു എന്നാണ് യാക്കോബ് അപ്പോസ്തലൻ പറയുന്നത്. നമുക്ക് ശിക്ഷാവധിയില്ല എന്ന് കരുതി നമ്മൾ പരിപൂർണരല്ല. നാം മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു, അത് സത്യമാണ്. എങ്കിലും നാം 100% പൂർണ്ണത പ്രാപിച്ചവരല്ല. നോട്ടത്തിൽ പാപം വരാം, ചിന്തയിൽ പാപം വരാം. അങ്ങനെ ആ പാപത്തിന് അടിമയായി ജീവിക്കരുത്. പിന്നെ എന്ത് ചെയ്യണം? ഈ റോമാലേഖന 8-ാം അധ്യായത്തിൽ നേരത്തെ പറഞ്ഞല്ലോ, പരിശുദ്ധാത്മാവിനെ കുറിച്ച് ഒട്ടനവധി തവണ പരാമർശിക്കുന്നു. എന്തിനു വേണ്ടി? വിജയകരമായൊരു ക്രിസ്തീയ ജീവിതം, ജഡത്തെ അതിജീവിച്ച് എങ്ങനെ വിജയകരമായ ക്രിസ്തീയ ജീവിതം നയിക്കാം. ജഡത്തിൻ്റെ പ്രവൃത്തികളെ ആത്മാവ് കൊണ്ട് മരിപ്പിക്കണം, എന്നാൽ നിങ്ങൾ ജീവിക്കും നിശ്ചയം. നാം പലതിലും തെറ്റിപ്പോകുന്നത് കൊണ്ട് നമുക്ക് ശിക്ഷണം ആവശ്യമാണ്. അതുകൊണ്ട് ഒരു പിതാവ് മക്കളെ ശിക്ഷണം നൽകി വളർത്തുന്നത് പോലെ ശിക്ഷാവധിയിലേക്ക് തള്ളിയിടുകയല്ല, ശിക്ഷണം നൽകി നമ്മളെ കറക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. യാക്കോബ് 3:2, നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നത് കൊണ്ട് ദൈവം നമ്മളെ കറക്റ്റ് ചെയ്യാണ്, ശിക്ഷണം നൽകുകയാണ്. എബ്രായർ 12-ാം അധ്യായം 5-7 വരെ, എൻ്റെ മകനെ, കർത്താവിൻ്റെ ശിക്ഷണത്തെ നീ നിസാരമാക്കരുത്. അവൻ ശാസിക്കുമ്പോൾ നീ നഷ്ടധൈര്യനാകുകയും അരുത്. താൻ സ്നേഹിക്കുന്നവനെ കർത്താവ് ശിക്ഷണം നൽകുന്നു, മക്കളായി സ്വീകരിക്കുന്നവരെ പ്രഹരിക്കുകയും ചെയ്യുന്നു. ശിക്ഷണത്തിന് വേണ്ടിയാണ് നിങ്ങൾ സഹിക്കേണ്ടത്. മക്കളോടെന്ന പോലെ ദൈവം നിങ്ങളോട് പെരുമാറുന്നു. പിതാവിൻ്റെ ശിക്ഷണം ലഭിക്കാത്ത ഏത് മകനാണ് ഉള്ളത്? പിശാച് നിത്യമായ നരകത്തിൽ എന്നേക്കും ദണ്ഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് ദൈവമക്കളോട് ശിക്ഷാവധി മാറിയവരോട് അവൻ അസൂയാണ്. കാരണം അവൻ നേരെ ശിക്ഷാവധിയിലേക്കാണ് പോകുക. ഒരു കാര്യം ശ്രദ്ധിക്കുക, ആദം ഹവ്വ പാപം ചെയ്തപ്പോൾ അവരെ രക്ഷിക്കുവാനായുള്ള രക്ഷാകര പദ്ധതി ദൈവം തുടക്കത്തിലേ ഉണ്ടാക്കി. അതാണ് ക്രിസ്തുവിൻ്റെ ക്രൂശുമരണം. അത് നാം വിശ്വസിക്കുന്നു, അങ്ങനെ രക്ഷ പ്രാപിച്ചു. എന്നാൽ സാത്താൻ തെറ്റ് ചെയ്തപ്പോൾ അവനെ വീണ്ടെടുക്കുവാൻ ദൈവം ഒരു രക്ഷാകര പദ്ധതിയും ഒരുക്കിയിട്ടില്ല. അവൻ എന്നേക്കും നരകത്തിൽ ദണ്ഡിപ്പിക്കപ്പെടും. അതുകൊണ്ട് ക്രിസ്തു യേശുവിലൂടെ ശിക്ഷാവധി, അതിൽ നിന്ന് വിമുക്തി പ്രാപിച്ചവരോട് ഇവൻ അസൂയയാണ്. അതുകൊണ്ട് പിശാചിൻ്റെ ഇന്നത്തെ വലിയൊരു ദൗത്യം എന്ന് പറയുന്നത് ദൈവമക്കൾക്കെതിരെ അപവാദം പറയുക. എന്നാൽ ദൈവമക്കൾ ഒരിക്കലും മറ്റു ദൈവമക്കൾക്കെതിരെ അപവാദം പറയരുത്. അങ്ങനെ പറഞ്ഞാൽ അവർ പിശാചിൻ്റെ പ്രവൃത്തിയിൽ പങ്കാളികളാകും. അങ്ങനെ ചെയ്യാൻ പാടില്ല. പിശാചിൻ്റെ പ്രധാനപ്പെട്ട ദൗത്യത്തെക്കുറിച്ച് വെളിപാട് 12-ാം അധ്യായം 10-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വായിക്കാം. വെളിപാട് 12-ാം അധ്യായം 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം, നമ്മുടെ സഹോദരന്മാരെ രാപ്പകൽ ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ. അത് അന്ത്യനാളിലാണ് സംഭവിക്കുക, ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. ഇപ്പോഴവൻ അപവാദം പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ കഷ്ടങ്ങൾ വരാം, ഈ ഭൂമിയിൽ സാമ്പത്തിക പ്രയാസം വരാം, പിശാചും നമ്മെക്കുറിച്ച് അപവാദങ്ങൾ പ്രചരിപ്പിച്ചു എന്ന് വരാം, ദുഷ്ടമനുഷ്യരും നാം ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്തു എന്ന് പറഞ്ഞ് പരത്തിയെന്നൊക്കെ വരാം. അപ്പോഴെല്ലാം നാം ആശ്വാസം കണ്ടെത്തുന്നത് ഈ കാര്യത്തിലാണ്, എനിക്ക് ശിക്ഷാവധിയില്ല. അവർ എന്നെ പരിഹസിക്കട്ടെ, പിശാച് ദൂഷണം പറയട്ടെ, എന്നെ ഒറ്റപ്പെടുത്തട്ടെ, പല ഞെരുക്കങ്ങൾ എനിക്ക് വരട്ടെ, ഞാൻ ഭാഗ്യവാനാണ്. കാരണം ശിക്ഷാവധിയിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടിരിക്കുന്നു. എന്നാൽ ക്രിസ്തു യേശുവിൽ അല്ലാത്ത വ്യക്തി നേരത്തെ തന്നെ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവനാണ്. നമുക്ക് സൗന്ദര്യമില്ലെങ്കിലും, പണമില്ലെങ്കിലും, വലിയ ജോലിയില്ലെങ്കിലും, സമൂഹത്തിൽ സ്വാധീനമില്ലെങ്കിലും നമ്മൾ ഭാഗ്യവാന്മാരാണ്. നമുക്ക് ശിക്ഷാവധിയില്ല. എന്നാൽ ഒരു മനുഷ്യന് സമൂഹത്തിൽ സ്വാധീനവും നല്ല ജോലിയും പണവും വസ്തുവകകളും ഒക്കെ ഉണ്ട്. പക്ഷേ അവൻ ക്രിസ്തു യേശുവിലല്ല ജീവിക്കുന്നത്, അവൻ യേശുവിനെ രക്ഷിതാവായിട്ട് അംഗീകരിച്ചിട്ടില്ല എങ്കിൽ
അവൻ നേരത്തെ ശിക്ഷാവിധി ചോദിച്ചു വാങ്ങിയ വ്യക്തിയാണ്. യോഹന്നാൻ 3-ാം അധ്യായം 18-ാം വാക്യം ഒന്ന് വായിക്കും. അവനിൽ വിശ്വസിക്കുന്നവന് ന്യായവിധിയില്ല, വിശ്വസിക്കാത്തവന് ദൈവത്തിന്റെ ഏകജാതനായ പുത്രന്റെ നാമത്തിൽ വിശ്വസിക്കായികയാൽ ന്യായവിധി വന്നു കഴിഞ്ഞു. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക്, അങ്ങനെയും ഭാഷാന്തരമുണ്ട്, അതുകൊണ്ട് ഇപ്പോൾ യേശു ക്രിസ്തുവിനോട് ഐക്യമത്യപ്പെട്ടിരിക്കുന്നവർക്ക് യാതൊരു ശിക്ഷാവധിയുമില്ല. ഓ കൊള്ളാമല്ലോ, എനിക്ക് ശിക്ഷാവധിയില്ല, അതുകൊണ്ട് എന്തും പറയാം, എന്തും ചെയ്യാം, അലസമായൊരു ക്രിസ്തീയ ജീവിതം നയിക്കാം. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ശിക്ഷാവധി ഇല്ല എന്ന് പറഞ്ഞതിന് ശേഷം ആത്മാവിനെ അനുസരിച്ച് ജഡത്തെ എങ്ങനെ കീഴ്പ്പെടുത്തണമെന്നാണ് റോമാലേഖനത്തിൽ താഴെയുള്ള വാക്യങ്ങളിൽ പറയുന്നത്. ശ്രദ്ധിക്കുക, വ്യഭിചാരിണിയായ സ്ത്രീ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവളാണ്. അവളെ കല്ലെറിഞ്ഞു കൊല്ലുവാൻ എല്ലാവരും തീരുമാനിച്ചതാണ്. പക്ഷേ ക്രിസ്തു അവളെ വിമോചിപ്പിച്ചു. അവൾക്ക് ശിക്ഷാവധി ക്രിസ്തു നൽകിയില്ല. പക്ഷേ ക്രിസ്തു അവളെ കുറ്റവിമുക്തയാക്കി. എങ്കിലും ക്രിസ്തു ഒരു കാര്യം അവളോട് പറയുന്നുണ്ട്, ഞാനും നിന്നെ ശിക്ഷയ്ക്ക് വിധിക്കുന്നില്ല, പോകുക, മേലിൽ പാപം ചെയ്യരുത്. എന്താണ് ഇതിൽ നിന്ന് നാം പഠിക്കുന്ന പാഠം? ശിക്ഷാവധിയിൽ നിന്ന് വിമുക്തരായ എല്ലാവരും മേലിൽ പാപം ചെയ്യരുത്. ഇനി ശിക്ഷാവധിയിൽ നിന്ന് വിമുക്തരായ വ്യക്തികൾ മനഃപൂർവ്വം പാപം ചെയ്താലോ? ഈ റോമാലേഖനം 8-ൽ തന്നെ പറയുന്നുണ്ട്, 13-ാം വാക്യം, നാം ജഡത്തെ അനുസരിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം. ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവധിയില്ല എന്ന് പറഞ്ഞ അതേ വേദഭാഗത്തിൽ തന്നെയാണ് പറയുന്നത്, ജഡത്തെ അനുസരിക്കുന്നവരൊക്കെ മരിക്കും, സംശയമില്ല, നിശ്ചയമാണ്. അതുകൊണ്ട് ശിക്ഷാവധി മാറിപ്പോയ എല്ലാവരും വളരെ ഉത്തരവാദിത്വത്തോടെ വിശുദ്ധിയിൽ ജീവിക്കുക തന്നെ വേണം. റോമാലേഖനം 8:13, നിങ്ങൾ ജഡത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും നിശ്ചയം, ആത്മാവിനാൽ ശരീരത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും. ശിക്ഷാവിധി മാറിയവർ ഈ ലോകത്തിൽ വക്രത, ദുഷ്ടത, ജഡിക പ്രവൃത്തികൾ നിറഞ്ഞു നിൽക്കുന്ന ലോകത്തിലാണ് ജീവിക്കുന്നത്. എന്നാൽ ഇവർ പാപത്താൽ വശീകരിക്കപ്പെടാതിരിക്കുവാൻ ദൈവം അവർക്ക് പരിശുദ്ധാത്മാവിനെ തന്നിരിക്കുകയാണ്. ശിക്ഷാവധി മാറി, പക്ഷെ നാം ഈ ലോകത്തിലാണ് ജീവിക്കുന്നത്. പാപത്തിൻ്റെ കളങ്കം, ലോകത്തിൻ്റെ കളങ്കം നമ്മെ സ്വാധീനിക്കാതിരിക്കുവാൻ ദൈവം നമുക്കൊരു സഹായകനെ തന്നിരിക്കുന്നു, പരിശുദ്ധാത്മാവ്. പഴയ നിയമത്തിൽ ഇസ്രായേൽ മക്കൾ മരുഭൂമിയിൽ യാത്ര ചെയ്യുകയായിരുന്നു. ദൈവം അവർക്ക് ന്യായപ്രമാണം നൽകി. ന്യായപ്രമാണം അനുസരിക്കുവാൻ അവർക്ക് സാധിച്ചില്ല. പുതിയ നിയമത്തിൽ നാം യേശുവിൻ്റെ നേതൃത്വത്തിൽ സ്വർഗീയ കനാനിലേക്ക് യാത്ര ചെയ്യുകയാണ്. നമുക്കൊരു സഹായകനെ യേശു ക്രിസ്തു തന്നിട്ടുണ്ട്, പരിശുദ്ധാത്മാവ്. നമ്മുടെ ജഡത്തെ, പാപത്തെ കീഴ്പ്പെടുത്തി വിജയകരമായി ജീവിക്കാൻ വേണ്ടിയാണ് ഈ പരിശുദ്ധാത്മാവ് എന്ന സഹായകനെ തന്നിരിക്കുന്നത്. ചിലർ വിചാരിക്കും, ഞാൻ പ്രാർത്ഥിച്ചു, ജഡത്തെ തോൽപ്പിക്കാൻ സാധിക്കുന്നില്ലല്ലോ, ഞാൻ പ്രാർത്ഥിച്ചു, ജഡം എന്നെ കീഴ്പ്പെടുത്തുകയാണല്ലോ. ശരിയാണ്, ജഡത്തെ കീഴ്പ്പെടുത്താനുള്ള വഴി ആത്മാവിനാൽ, അതായത് പരിശുദ്ധാത്മാവിനാൽ നിങ്ങൾ ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കണം. സ്വന്തം കഴിവുകൊണ്ട് സാധ്യമല്ല. ഒരു വിശ്വാസി നിരന്തരമായി പരിശുദ്ധാത്മാവിനെ അനുസരിക്കുക നിമിത്തമാണ് അവന് ജഡത്തിൻ്റെ പ്രവൃത്തികളെ മരിപ്പിക്കാൻ സാധിക്കുന്നത്. ആത്മാവിൻ്റെ സഹായത്തോടു കൂടെ മാത്രമേ നമുക്ക് ജഡത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വിജയകരമായി തീർച്ചയായിട്ടും ജീവിക്കാൻ സാധിക്കും. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയും ഇല്ല. ശിക്ഷാവധി മാറുക നിസ്സാരമായ കാര്യമല്ല. നമ്മുടെ ശിക്ഷാവധി മാറിയാൽ നാം പ്രവേശിക്കുന്നത് അത്യുന്നതനായ ദൈവം വസിക്കുന്ന സ്വർഗത്തിലേക്കാണ്. അവിടെ മരണമില്ല, വിലാപമില്ല, ദുഃഖമില്ല, നിരാശയില്ല, അന്ധകാരമില്ല. ദൈവത്തിൻ്റെ മുഖം നാം നിത്യതയോളം നേരിട്ട് കാണും. അവിടുത്തെ സന്തോഷം നമുക്ക് ബുദ്ധി കൊണ്ട് ചിന്തിക്കാൻ സാധ്യമല്ല. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയത്തിലും തോന്നിയിട്ടുമില്ല. അപ്പോൾ ഈ ശിക്ഷാവധി മാറിയ ആ മഹാഭാഗ്യത്തെ ഒന്ന് ധ്യാനിക്കുകയാണെങ്കിൽ നമ്മുടെ ഹൃദയം സന്തോഷിക്കും. വളരെ പ്രസിദ്ധനായൊരു ദേവദാസനാണ് സ്പർജൻ. അദ്ദേഹം മരിച്ചുപോയി. ശിക്ഷാവധി മാറിയല്ലോ, അതിനെക്കുറിച്ച് താൻ ധ്യാനിക്കുന്നുണ്ട്. ആ ധ്യാനം നമ്മുടെയും ധ്യാനമാകണം. അദ്ദേഹം ധ്യാനിക്കുന്നത്, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഞാൻ വായിക്കുകയാണ്. അദ്ദേഹം ഇപ്രകാരമാണ് ധ്യാനിക്കുന്നത്: എൻ്റെ ആത്മാവേ, നീ ഇത് ചിന്തിക്കുക, യേശുവിൽ വിശ്വസിക്കുക നിമിത്തം നീ
കുറ്റവിമുക്തനായി. നീ ജയിലിൽ നിന്ന് വിമോചിപ്പിക്കപ്പെട്ടിരിക്കുന്നു. നീ ഇനി ചങ്ങലയിലല്ല, ന്യായപ്രമാണത്തിൻ്റെ തടവറയിൽ നിന്ന് നീ മോചിതനായിരിക്കുന്നു. പാപച്ചങ്ങലയിൽ നിന്ന് സ്വതന്ത്രനായി ഇനി നിനക്ക് നടക്കാം. യേശുവിൻ്റെ രക്തം വഴി നീ പൂർണ്ണമായും വിമോചിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നിനക്ക് സ്വർഗീയ പിതാവിൻ്റെ സിംഹാസനത്തിലേക്ക് ധൈര്യത്തോടെ പോകാം. ദൈവത്തിൻ്റെ പ്രതികാരത്തിൻ്റെ അഗ്നിനാളങ്ങൾ ഇനി നിന്നെ പേടിപ്പിക്കുകയില്ല. നിന്റെ കുറവുകളെല്ലാം പരിഹരിക്കപ്പെട്ടിരിക്കുന്നു. ഒരിക്കൽ നിനക്ക് പിതാവായ ദൈവത്തിൻ്റെ മുഖം കാണാനോ അവിടുത്തെ സ്വരം കേൾക്കാനോ യോഗ്യത ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇപ്പോൾ നിനക്ക് പിതാവിൻ്റെ മുഖം കാണുകയും അവിടത്തോട് സംസാരിക്കുകയും ചെയ്യാം. ഒരിക്കൽ നീ നരകത്തിൽ പോകുമോ എന്ന് പേടിച്ചു നടന്നു. എന്നാൽ ആ പേടി ഇപ്പോഴില്ല. കാരണം കുറ്റമില്ലാത്തവനെ ആർ ശിക്ഷിക്കും? യേശുവിൽ വിശ്വസിക്കുന്നവന് ശിക്ഷാവിധിയില്ല. നീ നീതീകരിക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ നീതി നിന്റെ പേർക്കായി കണക്കിട്ടിരിക്കുന്നു. എൻ്റെ ആത്മാവേ, നീ എത്രമാത്രം നിന്റെ രക്ഷകനായ യേശുവിനോട് കടപ്പെട്ടിരിക്കുന്നു. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീണത്തിൽ, കുഞ്ഞാട്ടിൻ്റെ വിലയേറിയ നീണത്തിൽ മറഞ്ഞു ഞാൻ രക്ഷിക്കപ്പെട്ട ക്ഷണത്തിൽ. ഫറവോനു ഞാനിനി അടിമയല്ല, ഫറവോനു ഞാനിനി അടിമയല്ല. പരമസിയോനിൽ ഞാൻ അന്യനല്ല. മരുവിലൻ ദൈവമെനിക്കധിപതിയേ, മരുവിലൻ ദൈവമെനിക്കധിപതിയേ. തരുമവൻ പുതുമന്നാതു മതിയേ, തരുമവൻ പുതുമന്നാതു മതിയേ. മനോഹരമായ കനാൻ ദേശമേ, മനോഹരമായ കനാൻ ദേശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ, അതേ എനിക്കഴിയാത്തൊരവകാശമേ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. ആനന്ദമേ പരമാനന്ദമേ, ആനന്ദമേ പരമാനന്ദമേ. കനാൻ ജീവിതം എനിക്കാനന്ദമേ, കനാൻ ജീവിതം എനിക്കാനന്ദമേ. എൻ്റെ ബലവും എൻ്റെ സംഗീതവും, എൻ്റെ ബലവും എൻ്റെ സങ്കേതവും, എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ, എൻ്റെ രക്ഷയും യേശുവത്രേ ഹല്ലേലൂയ. എൻ സങ്കടങ്ങൾ സകലവും തീർന്നുപോയി. സംഹാരദൂതൻ എന്നെ കടന്നുപോയി. ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഏറ്റവും പ്രാധാന്യമുള്ള വിഷയം ശിക്ഷാവിധി ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഈ ലോകത്തിലെ മനുഷ്യർ മരണശേഷം അവർക്കൊരു ശിക്ഷാവിധി ഉണ്ട് എന്നുള്ള കാര്യം എല്ലാവർക്കും അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ലൗകികരായ മനുഷ്യർ പ്രാധാന്യം കൊടുക്കുന്നത് വിദ്യാഭ്യാസം, സാമ്പത്തിക മേഖല, ശരീരത്തിൻ്റെ ആരോഗ്യം, വീട്, നല്ല ജോലി, ഇത്തരം കാര്യങ്ങൾക്കാണ് അവർ പ്രാധാന്യം കൊടുക്കുന്നത്. ചുരുക്കത്തിൽ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ലൗകികരായ മനുഷ്യർ പ്രാധാന്യം കൊടുക്കുന്നത്. കാരണം അവർക്ക് മനുഷ്യന് മരിച്ചു കഴിഞ്ഞാൽ ഒരു ശിക്ഷാവിധിയുണ്ട്, ഇവരുടെ പാപത്തിനൊരു ശിക്ഷയുണ്ട് എന്നുള്ള കാര്യം അറിഞ്ഞുകൂടാ. ധനവാനായാലും പാപം ചെയ്യാം, ദരിദ്രനായാലും പാപം ചെയ്യാം, വിദ്യയുള്ളവനായാലും വിദ്യയില്ലാത്തവനായാലും ജോലിയുള്ളവനായാലും സമൂഹത്തിൽ ഉന്നതനായാലും ആരും അറിയാത്ത വ്യക്തിയാണ് എങ്കിലും എല്ലാവർക്കും ഒരുപോലെ പാപം ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒരുപോലെ ശിക്ഷാവിധിക്ക് യോഗ്യരാണ്. അതുകൊണ്ട് സാമൂഹ്യക്ഷേമ പ്രവർത്തനത്തെക്കാളും ദൈവം വിലമതിക്കുന്നത് ഒരു മനുഷ്യൻ്റെ ശിക്ഷാവിധിയിൽ നിന്ന് അവൻ രക്ഷ പ്രാപിക്കുക എന്നുള്ള കാര്യത്തിനാണ്. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഒരു മനുഷ്യൻ സകല ലോകവും നേടിയാലും അവൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്താണ് പ്രയോജനം? അപ്പോൾ പിന്നെ ക്രിസ്ത്യാനികൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനം നടത്തേണ്ട ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. കാരണം നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കണം. ഭക്ഷണം ഇല്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കുക, വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കുക, അത് ക്രിസ്ത്യാനികൾ ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതല്ല നമ്മുടെ മുഖ്യ ദൗത്യം.
ഓരോ വ്യക്തിക്കും മരണശേഷം ഒരു ന്യായവിധി വെച്ചിട്ടുണ്ട്. ക്രിസ്തു യേശുവിൽ അല്ലാത്ത ഓരോ വ്യക്തിയും നിത്യശിക്ഷാവിധിയിലേക്കാണ് നടന്നെടുക്കുന്നത്. അതുകൊണ്ട് ലോകത്തോട് ക്രിസ്തു യേശുവിലുള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല, ഈ കാര്യം വിളിച്ചു പറയുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. പക്ഷേ ഇന്ന് ചിലരൊക്കെ, ഈ ചില ക്രിസ്തീയ വിഭാഗങ്ങൾ തന്നെ ആത്മരക്ഷയെ അവഗണിക്കുകയും ഈ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ചെയ്യുന്നു. അപ്പോൾ മറ്റു മനുഷ്യർക്ക് തോന്നും ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാൽ, ക്രിസ്തുമാർഗം എന്ന് പറഞ്ഞാൽ അനാഥന്മാർക്ക് വീട് വെച്ച് കൊടുക്കുക, ആരോരുമില്ലാത്തവരെ സഹായിക്കുക, ഇതാണ് ക്രിസ്തുമാർഗം എന്നാണ്. എന്നാൽ ക്രിസ്തുമാർഗം എന്നുള്ളതിനേക്കാൾ ഉന്നതമാണ്. ഒരുവൻ്റെ ഭൗതികമായ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം വന്നാലും യഥാർത്ഥ പ്രശ്നത്തിന് പരിഹാരം വന്നില്ല എങ്കിൽ എന്ത് പ്രയോജനം? ഉദാഹരണം പറയാം. ഒരു വ്യക്തിയെ വധശിക്ഷയ്ക്ക് വിധിച്ചിരിക്കുകയാണ്. ഏതാനും ദിവസങ്ങൾ മാത്രമേ അവന് ഭൂമിയിൽ ജീവിക്കാൻ അനുവാദമുള്ളൂ. അപ്പോൾ നമ്മൾ ചെല്ലുകയാണ്, ക്രിസ്ത്യാനികളായ നമ്മൾ, എന്നിട്ട് അവൻ്റെ തലമുടി ചീക്കി കൊടുക്കുന്നു, അവൻ്റെ മുഖത്ത് പൗഡർ ഇടുന്നു, എന്നിട്ട് പറയുകയാണ്, നിനക്കൊരു കുഴപ്പമില്ല കേട്ടോ, നീ നല്ല സുന്ദര കുട്ടപ്പനായി, ഒന്ന് ചിരിച്ചേ മോനെ എന്ന് പറഞ്ഞാൽ അവന് സന്തോഷം വരുമോ? അവൻ വധശിക്ഷ കാത്തിട്ടാണ് ഇരിക്കുന്നത്. പ്രിയമുള്ളവരെ, സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾക്ക് അതിൻ്റെ പ്രാധാന്യമുണ്ട്. പക്ഷേ അതിനേക്കാളും പ്രാധാന്യം ആത്മരക്ഷയാണ്. ക്രിസ്തു യേശുവിൽ അല്ലാത്തവർക്ക് വരാൻ പോകുന്നത് ശിക്ഷാവിധിയാണ്. അത് ലോകത്തിന് മനസ്സിലാക്കി കൊടുക്കേണ്ട കാര്യം ആർക്കാണ്? സുവിശേഷകന്മാർക്കാണുള്ളത്. അതുകൊണ്ട് ക്രിസ്തു യേശുവിൽ അല്ലാത്തവർക്ക് വലിയൊരു ദൈവക്രോധം വരാനിരിക്കുന്നു എന്നുള്ള സത്യം തിരിച്ചറിഞ്ഞ അനേകം മിഷണറിമാർ ലോകത്തിൽ സുവിശേഷം പ്രചരിപ്പിക്കുകയാണ്. അതിനുവേണ്ടി അവർ തങ്ങളെ തന്നെ സമർപ്പിച്ചിരിക്കുകയാണ്. അവരുടെ സ്വന്തം സുഖങ്ങളെല്ലാം ബലിയർപ്പിച്ച് വരാനിരിക്കുന്ന ശിക്ഷാവിധിയെക്കുറിച്ച് മനുഷ്യരെ ബോധവാന്മാരാക്കി ക്രിസ്തുവിനുള്ള രക്ഷ അവർ ഉദ്ഘോഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതാണ് കർത്താവ് നമ്മോട് പറഞ്ഞത്, നിങ്ങൾ സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ, വിശ്വസിച്ച് സ്നാനം സ്വീകരിക്കുന്നവൻ രക്ഷിക്കപ്പെടും, വിശ്വസിക്കാത്തവൻ ശിക്ഷാവിധിയിൽ അകപ്പെടും. നിങ്ങൾ ലോകത്തെല്ലായിടത്തും പോയി സ്കൂളുകൾ സ്ഥാപിക്കൂ, നിങ്ങൾ ലോകത്തെല്ലായിടത്തും പോയി വീടില്ലാത്തവർക്ക് വീട് വെച്ചു കൊടുക്കൂ. അതല്ല പറഞ്ഞത്, അത് ആവശ്യമാണ്. അതിനേക്കാൾ ആവശ്യം വരാനിരിക്കുന്ന ശിക്ഷാവിധിയിൽ നിന്ന് ഒരു മനുഷ്യൻ രക്ഷ പ്രാപിക്കണം. ഈ ഭൂമിയിൽ അല്പം കഷ്ടമുണ്ടായാലും, ഇവിടെ വീട് ഉണ്ടായാലും വീടില്ലെങ്കിലും, രോഗം മാറിയാലും മാറിയില്ലെങ്കിലും ഇത് താൽക്കാലികമാണ്. പക്ഷേ ഒരുവൻ ശിക്ഷാവിധിയിൽ അകപ്പെട്ടാൽ അത് നിത്യമാണ്. അവിടെ നിന്ന് രക്ഷപ്പെടുവാൻ ഒരു കാലത്ത് സാധ്യമല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. റോമാലേഖനം 8-ാം അധ്യായം 1-ാം വാക്യം, അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല. കർത്താവ് പറഞ്ഞു, അധ്വാനിക്കുകയും ഭാരം വഹിക്കുകയും ചെയ്യുന്ന നിങ്ങളെല്ലാം എൻ്റെ അരികിലേക്ക് വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ക്രിസ്തു യേശുവിൽ വിശാലമായ സ്ഥലമുണ്ട്. ക്രിസ്തു യേശു ഒരു ചെറിയ വീടല്ല. എൻ്റെ അരികിലേക്ക് വരുന്നവനെ ഞാൻ ഒരു നാളും കൈവിടുകയില്ല. ആകയാൽ ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയുമില്ല. എത്ര പേർ വിശ്വസിക്കുന്നുവോ അത്ര പേരെ ഉൾക്കൊള്ളുവാൻ, രക്ഷിക്കുവാൻ ക്രിസ്തുവിന് സാധിക്കും. അതുകൊണ്ട് ശിക്ഷാവിധിയിൽ നിന്ന് രക്ഷ പ്രാപിച്ച ഓരോരുത്തരും ഈ രക്ഷാമാർഗം മറ്റുള്ളവരോട് പറയണം. കാരണം അവർ ഈ സത്യമറിയാതെ നേരെ ശിക്ഷാവിധിയിലേക്കാണ് കുതിക്കുന്നത്. റോമാലേഖനം 5-ാം അധ്യായം 6-9 വരെയുള്ള വാക്യങ്ങൾ, നാം ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ക്രിസ്തു തക്ക സമയത്ത് അഭക്തർക്ക് വേണ്ടി മരിച്ചു. നീതിമാനു വേണ്ടി ആരെങ്കിലും മരിക്കുന്നത് ദുർലഭം, ഗുണവാനു വേണ്ടി പക്ഷേ മരിക്കുവാൻ തുനിയുമായിരിക്കും. ക്രിസ്തുവോ നാം പാപികളായിരിക്കുമ്പോൾ തന്നെ നമുക്ക് വേണ്ടി മരിക്കയാൽ ദൈവം തനിക്ക് നമ്മോടുള്ള സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. അവൻ്റെ രക്തത്താൽ നീതീകരിക്കപ്പെട്ട ശേഷമോ നാം അവനാൽ എത്രയധികമായി കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെടും. നാം ഇപ്പോൾ ദൈവ കോപത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ടവരാണ്. ആ ഉറപ്പുള്ളവർ കർത്താവിനെ കരങ്ങളുയർത്തി ഒന്ന് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി പിശാച് പറയട്ടെ, ദുഷ്ടരായ മനുഷ്യർ എന്തെങ്കിലും പറയട്ടെ, നമുക്ക് ശിക്ഷാവിധിയില്ല. നമുക്കെതിരെ ദൂഷണം പറയുന്ന ആ പിശാചിനെ പോലും കീഴ്പ്പെടുത്തുവാൻ ഈ കർത്താവ് യേശുക്രിസ്തു നമുക്ക് അധികാരം തന്നിരിക്കുകയാണ്. അതുകൊണ്ട് മറ്റുള്ളവരുടെ വിഷമിപ്പിക്കുന്ന വാക്കുകൾ നിമിത്തം നമ്മളാരും
മനസ്സിടിഞ്ഞ് പോകേണ്ട കാര്യമില്ല. ഞാൻ ശിക്ഷാവധിയില്ലാത്ത മനുഷ്യൻ, കാരണം ഞാൻ ക്രിസ്തു യേശുവിലാണ് ഇപ്പോൾ വസിക്കുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് വായിക്കാം, 54 അധ്യായം 17 വാക്യം. യെശയ്യാ 54 അധ്യായം 17 വാക്യം. നിനക്ക് വിരോധമായി ഉണ്ടാക്കുന്ന യാതൊരു ആയുധവും ഫലിക്കയില്ല. ന്യായവിസ്താരത്തിൽ നിനക്ക് വിരോധമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും നീ കുറ്റം വിധിക്കും. യഹോവയുടെ ദാസന്മാരുടെ അവകാശവും എൻ്റെ പക്കൽ നിന്നുള്ള അവരുടെ നീതിയും ഇതുതന്നെയാകുന്നു എന്ന് യഹോവ അരുളി ചെയ്യുന്നു. കർത്താവായ യേശു ക്രിസ്തുവിലൂടെ നമ്മുടെ ശിക്ഷാവധി, ദൈവക്രോധാഗ്നി പരിപൂർണമായി നീങ്ങിപ്പോയിരിക്കുകയാണ്. എന്നാൽ ഈ ഭൂമിയിൽ നാം രക്ഷിക്കപ്പെട്ടതിന് ശേഷം യേശു ക്രിസ്തുവിനെ വിശ്വസ്തയോടെ സേവിച്ചതിനുള്ള പ്രതിഫലം നമുക്ക് ലഭിക്കും. ശിക്ഷാവധിക്കായി നാം ദൈവത്തിൻ്റെ സിംഹാസനത്തിന് മുമ്പാകെ നിൽക്കുകയില്ല. എന്നാൽ ഈ ഭൂമിയിൽ വിശ്വസ്തയോടെയും വിശുദ്ധിയോടെയും കർത്താവിനെ സേവിച്ചതിന് ഒരു പ്രതിഫലം നമുക്ക് ലഭിക്കാനുണ്ട്. അത് വാങ്ങുവാൻ നമ്മളെല്ലാവരും യേശു ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കാൻ പോകുന്നു. അത് ശിക്ഷാവധിക്കായിട്ടല്ല, ഈ ഭൂമിയിൽ ക്രിസ്തുവിനെ എത്രമാത്രം വിശ്വസ്തയോടെ സേവിച്ചുവോ അതിനുള്ള പ്രതിഫലം നാം പ്രാപിക്കും. എന്നാൽ വിശ്വസ്തയോടെ സേവിച്ചിട്ടില്ല എങ്കിൽ കുറഞ്ഞ പ്രതിഫലമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. 2 കൊരിന്ത്യർ 5:10. അവനവൻ ശരീരത്തിലിരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിൻ്റെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. റോമാലേഖനം 14:10 വാക്യം അതിൻ്റെ അവസാന ഭാഗം വായിക്കുന്നു, നാം എല്ലാവരും ദൈവത്തിൻ്റെ ന്യായാസനത്തിന് മുമ്പാകെ നിൽക്കേണ്ടി വരും. 1 കൊരിന്ത്യർ 4:5. ആകയാൽ കർത്താവ് വരുവോളം സമയത്തിന് മുൻപ് ഒന്നും വിധിക്കരുത്. അവൻ ഇരുട്ടിൽ മറഞ്ഞിരിക്കുന്നത് വെളിച്ചത്താക്കി ഹൃദയങ്ങളുടെ ആലോചനകളെ വെളിപ്പെടുത്തും. അന്ന് ഓരോരുത്തന് ദൈവത്തിങ്കൽ നിന്ന് പുകഴ്ച ലഭിക്കും. അതുകൊണ്ട് ഇന്ന് ഈ ഭൂമിയിൽ നാം ജീവിക്കുമ്പോൾ മനുഷ്യരിൽ നിന്ന് പുകഴ്ച ലഭിക്കുവാൻ ഒന്നും ചെയ്യരുത്. ദൈവത്തിങ്കൽ നിന്നാണ് അന്ന് പുകഴ്ച ലഭിക്കുക. നാം വിശ്വസ്തയോടെ കർത്താവിനെ സേവിച്ചിട്ടുണ്ടെങ്കിൽ അന്ന് പിതാവായ ദൈവത്തിങ്കൽ നിന്ന് പ്രതിഫലം ലഭിക്കും. എന്നാൽ നാം ഇവിടെ ചില സൂത്രവും ജാടയും കാണിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രവൃത്തികൾക്കൊന്നും യാതൊരു പ്രതിഫലവും കിട്ടുകയില്ല. ഒരു വൈക്കോൽ കൂന കാണുമ്പോൾ എത്രമാത്രം വലുതാണ്, എന്നാൽ അത് കത്തിച്ചാൽ ഒരു പിടി ചാരമാണ്. എന്നാൽ 1 കിലോ സ്വർണം അത് തീയിലിട്ടാലും അത് 1 കിലോ തന്നെയാണ്. കാണുമ്പോൾ വൈക്കോൽ കൂന വളരെ വലുതാണ്, തീയിലൂടെ അതിനെ കടത്തിവിടുമ്പോൾ എന്തായി മാറി? അതാ പിടിച്ചാരം. 1 കൊരിന്ത്യർ 3 അധ്യായം 11 തൊട്ട് 15 വരെയുള്ള വാക്യങ്ങൾ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നും ഇടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, പുല്ല്, വൈക്കോൽ എന്നിവ പണിയുന്നുവെങ്കിൽ അവനവൻ്റെ പ്രവൃത്തി വെളിപ്പെട്ടു വരും. ആ ദിവസം അതിനെ വെളിവാക്കും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ഓരോരുത്തൻ്റെ പ്രവൃത്തി ഇന്നതെന്ന് തീ തന്നെ ശോധന ചെയ്യും. ഒരുത്തൻ പണിത പ്രവൃത്തി നിലനിൽക്കുമെങ്കിൽ അവന് പ്രതിഫലം കിട്ടും. ഒരുത്തൻ്റെ പ്രവൃത്തി വെന്തുപോകുന്നുവെങ്കിൽ അവന് ഛേദം വരും. താനോ രക്ഷിക്കപ്പെടും, എന്നാൽ തീയിൽ കൂടി എന്ന പോലെ അത്രേ. ഇത് വിശ്വാസികൾക്കുള്ള ആ പ്രതിഫലം വീതിക്കുന്ന അവസ്ഥയാണ്. താനോ രക്ഷിക്കപ്പെടും, അവൻ്റെ പ്രവൃത്തി വെന്തുപോയെങ്കിൽ അവന് ഛേദം വരും, അവന് പ്രതിഫലമൊന്നും ലഭിക്കുകയില്ല. അവൻ ഇവിടെ പലതും പ്രവർത്തിച്ചു, പക്ഷെ അത് മനുഷ്യർക്ക് വിളങ്ങേണ്ടതിനായിരുന്നു, ദൈവത്തെ സേവിക്കാനുള്ള നിർമ്മലമായ ആഗ്രഹത്തോടു കൂടെയല്ല. അതുകൊണ്ട് വൈക്കോൽ തീയിൽ കത്തിപ്പോകുന്നത് പോലെ അവൻ്റെ പ്രവൃത്തികളൊക്കെ ചാരമായി. അവൻ പ്രവർത്തിച്ചതിന് മറ്റുള്ളവർ ഭൂമിയിൽ അവനെ വല്ലാതെ അഭിനന്ദിച്ചു എന്ന് വരാം. വലിയ ദൈവഭക്തൻ, വലിയ വിശ്വാസി, പാസ്റ്റർ, ദേവദാസൻ എത്രമാത്രം പ്രവർത്തിച്ചു, ഓക്കെ. പക്ഷേ അന്ത്യദിനത്തിൽ ആ പ്രവൃത്തിയെ ദൈവം തീ ഉപയോഗിച്ച് ശോധന ചെയ്യും. ആ പ്രവൃത്തി വെന്തുപോയാൽ ഈ വ്യക്തിക്ക് ഛേദമാണ് വരുന്നത്, എങ്കിലും താൻ രക്ഷിക്കപ്പെടും. എന്താ കാരണം? അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് യാതൊരു ശിക്ഷാവിധിയും ഇല്ല. അതുകൊണ്ട് ഇപ്പോൾ ക്രിസ്തു യേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയും ഇല്ല.